അവസാനം വരെ നടക്കുന്ന ഒരു ഇൽമിയായ ബഹ്സിൻ്റെയും നമ്മളെ ശുദ്ധീകരിക്കുന്ന സാമൂഹികമായും വ്യക്തിപരമായും മാനസികമായും നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇൽമിൻ്റെ മജ്ലിസ്. ഇതിന് ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആൻ വേദിയാകുന്നതിൻ്റെ പിന്നിൽ ജനങ്ങൾക്ക് നേരായ വഴിയും കാണിക്കുകയും നന്നാകാൻ ആഗ്രഹത്തിലേക്ക് അവരെ ആഗ്രഹിപ്പിക്കുകയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വഴി എത്തിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന നിലക്കാണ്. ഈ വർഷം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്നത്, കഴിഞ്ഞ വർഷം ചില അദ്കാറുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഈ കൊല്ലം അദ്കാറുകളും മറ്റും പറഞ്ഞു തരില്ല എന്നല്ല, എന്നാലും അതിനേക്കാൾ കൂടുതൽ ഈ അദ്കാറുകളെക്കാൾ കൂടുതൽ നമ്മുടെ നിലവാരത്തെ നമ്മൾ ഉയർത്തിയെടുക്കുക എന്നതിലാണ് നമ്മുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നിലവാരത്തെ നന്നാക്കിയെടുക്കുക. നമ്മൾ ദിക്ർ ചെല്ലുന്നു, അതേ സമയത്ത് നമ്മുടെ നിലവാരം വളരെ താഴെയാണെങ്കിൽ ആ ദിക്ർ കൊണ്ട് നമുക്ക് ഉദ്ദിഷ്ട ഫലം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മുടെ നിലവാരത്തെ ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതിലൊക്കെ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം. അതിലാണ് ഇക്കൊല്ലത്തെ പ്രഭാഷണങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത്. അദ്കാറുകളും മറ്റുമൊന്നും പറഞ്ഞു തരില്ലെന്നല്ല, അതൊക്കെ പറയും. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇതുവരെ നടത്തിയ കാര്യം ഇങ്ങനെയാണ്. അപ്പം അതെല്ലാവരും കേട്ട് മനസ്സിലാക്കണം. നമ്മുടെ നിലവാരം ഉയർന്നുയർന്നു വരണം. കേവലം നമസ്കാരമല്ല, കേവലം നോമ്പുമല്ല, നമ്മുടെ നിലവാരങ്ങളെ പൊക്കി പൊക്കി കൊണ്ടുവരണം. അത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം ദാറുൽ ഖുർആൻ ഈക്വൽ വേദിയാവുകയാണ്. ദാറുൽ ഖുർആനെ നിങ്ങളെല്ലാവരും സഹായിക്കണം. അതിനൊരു വർഷം കുട്ടികളെ നടത്തി കൊണ്ടുപോകാൻ വലിയൊരു പൈസയുടെ ചിലവ് വരും. റിസീവർമാരില്ല, ഒന്നുമില്ല. ആകെയുള്ളത് ഈ റമദാനിലെ പരിപാടികൾ, അതോടനുബന്ധിച്ച് ചില ആളുകൾ ദാറുൽ ഖുർആനെ സഹായിക്കുന്നത്, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ദാറുൽ ഖുർആനെ സഹായിക്കണം. ഇതോടനുബന്ധിച്ച് ദാറുൽ ഖുർആൻ്റെ അക്കൗണ്ട് നമ്പറുണ്ട്. എല്ലാവരും, റമദാനാണ്, ഇരട്ടികൾക്ക് അനേകം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ മാസം നിങ്ങളെല്ലാവരും ദാറുൽ ഖുർആനെ സഹായിക്കണം. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്, നമ്മൾ ഇരിക്കുന്ന ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകൾ ഭാഗത്തേക്ക് പണി ആരംഭിക്കുകയാണ്. പണം ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ഒരു 1/2 കോടി രൂപയെങ്കിലും അതിൻ്റെ ഫിനിഷിംഗ് വർക്കോടുകൂടി വരും എന്ന് കണക്കാക്കപ്പെടുന്നു. നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. വഖാല അമ്മാർ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മറ ഈസ അലൈഹിസ്സലാം ബിഖറിയത്തിൻ, ഒരു ഗ്രാമത്തിൻ്റെ അരികിലൂടെ ഈസ നബി കടന്നുപോയി. ഫൈദ അഹ്ലുഹാ മൗത ഫിൽ അഫ്നിയത്തി വത്തുറുഖി, ഒഴിഞ്ഞ സ്ഥലങ്ങളിലും വഴികളിലുമെല്ലാം ജനങ്ങൾ മരിച്ചു കിടക്കുന്നുണ്ട്. അത് കണ്ടു. ഫഖാല, ജനങ്ങളിങ്ങനെ മരിച്ച് കിടക്കണില്ല. ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് ജീവനില്ല, എല്ലാം മരിച്ചു കിടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഗ്രാമങ്ങളിലും ശിക്ഷ ഇറക്കിയത്, മുൻകാലത്ത് ശിക്ഷ ഇറക്കിയത് ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഹവാരിയങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്തെ ജനങ്ങളെല്ലാം ഒന്നടങ്കം മരിച്ചു പോയിട്ടുണ്ട്. ഫഖാല യാ മഅശറൽ ഹവാരിയീൻ, അപ്പോൾ ഈസാ നബി പറഞ്ഞു, ഹവാരിയങ്ങളെ, ഇന്ന ഹൗലായി മാത്തുൻ സഖ്തത്തിൻ, അള്ളാഹുവിൻ്റെ കോപത്തിലായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ജനത ഒന്നടങ്കം മരിച്ചിട്ടുണ്ടാവുക, അല്ലാതെ കാരണമില്ല. ഓരോ മാത്തു അൻ ഗൈരി ദാലിക, അല്ലാതെയാണ് മരിച്ചതെങ്കിൽ എന്ന് കണ്ടെത്തിയാൽ ലതുദാഫിനു, നിങ്ങൾ അവരെ മറവ് ചെയ്യുകയും വേണം. എന്താണ് ഇവർ മരിച്ചു കിടക്കാൻ കാരണം? അവലെ യുദാഫനോ, അല്ലെങ്കിൽ അവർ മറവ് ചെയ്യപ്പെടുമായിരുന്നു. അവർ മറവ് ചെയ്യപ്പെടുമായിരുന്നു. അവർ പിന്നെ അല്ലാതെ മരിച്ചതാണെങ്കിൽ, ഇതിപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്, അള്ളാഹിൻ്റെ കോപമായിരിക്കാം ഇതിന് കാരണം. ഇതുകൊണ്ടാണ് ഇവരെ മയ്യത്തിന് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടത് എന്ന്. ഫഖാലു, അപ്പോൾ ഹവാരിയങ്ങൾ പറഞ്ഞു, യാ റൂഹല്ലാഹ്, റൂഹുൽ അമീനെ, വജിദ്ന ലൗ അലിംന ഖബറഹും, അവർക്ക് അവരുടെ വിവരം ഒന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു. ഫസഅലല്ലാഹ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവനോട് ചോദിച്ചു ഈസാ നബി, എന്താണ് പഠിച്ചോനെ ഈ നാട്ടിൽ മുഴുവൻ മരിച്ചു പോയത്? ഫൗഹല്ലാഹു ഇലൈഹി, അള്ളാഹു തആല അപ്പോൾ ഈസാ നബിക്ക് വഹി അറിയിച്ചു, ഇദാ കാന ലൈൽ, രാത്രിയായാൽ ഫനാദിഹിം, അവരെ നീ വിളിക്ക്, യുജീബുക, അവർ ഉത്തരം തരും. രാത്രി വരെ ഈ ഗ്രാമത്തിൽ താമസിക്കുക. രാത്രിയായിട്ട് ജനങ്ങളെ 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 എണീക്ക്, എന്താ നിങ്ങൾ മരിക്കാൻ കാരണം നീ പറഞ്ഞാളാ. ഫയുജീബുക, അപ്പുറന്ന് അവർ നിങ്ങൾക്ക് ഉത്തരം തരും. അങ്ങനെ അന്ന് രാത്രി വരെ ആ ഗ്രാമത്തിൽ, ആ വിജനമായ ഗ്രാമത്തിൽ, ജനങ്ങളൊക്കെ മരിച്ചു പോയ ഗ്രാമത്തിൽ സയ്യിദുനാ ഈസ താമസിച്ചു. ഫലമ്മ കാന ലൈലു, രാത്രിയായപ്പോൾ അഷ്റഫ് അല നജ്ദിൻ സുമ്മൻ നാദ, ഒരു ഉയർന്ന സ്ഥലത്ത് കയറി അവരുടെ നടുവിലേക്ക് ചെന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, യാ അഹ്ല ഹാദിഹിൽ ഖറിയ, ജനങ്ങളെ, ഈ നാട്ടുകാരെ എന്ന് വിളിച്ചു. ഫഅജാബഹു മുജീബുൻ, അപ്പോൾ ഒരാൾ, മരിച്ചു കിടക്കുന്ന ഒരാൾ എണീറ്റു. ഫഅജാബഹു, ഉത്തരം നൽകി, ലബ്ബൈക യാ റൂഹല്ലാഹ്, റൂഹുൽ അമീനെ, അങ്ങേക്ക് ആണ് ഉത്തരം എന്ന് പറഞ്ഞ് ഉത്തരം കൊടുത്തു. ഫഖാല, അപ്പോൾ ഈസാ നബി ചോദിച്ചു, മാ ഹാലുക്കും മാ ഖിസ്സത്തുക്കും, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഞാൻ യഹ്യയിൽ നിന്നാണ് വായിക്കുന്നത്. ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാണ്, ഈ ചരിത്രം എൻ്റെ വകയല്ല, ഏതോ വാറോലല്ല, യഹ്യയെന്ന് ഈ ചരിത്രം വായിക്കുക. അപ്പോൾ ഈസാ നബി ചോദിച്ചു, മാ ഹാലുക്കും, എന്താ നിങ്ങളുടെ അവസ്ഥ, മാ ഖിസ്സത്തുക്കും, എന്താ നിങ്ങളുടെ ചരിത്രം? ഖാല, അപ്പോൾ ഈ എണീറ്റ മനുഷ്യൻ, ജീവൻ തിരിച്ചു കിട്ടി എണീറ്റ മനുഷ്യൻ പറഞ്ഞു, ബിത്ന ഫി ആഫിയത്തിൻ വഅസ്ബഹ്ന ഫിൽ ഹാവിയ, ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകളായിരുന്നു. വലിയ സന്തോഷമത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ രാത്രി ഉറങ്ങാൻ കിടന്നത്. പക്ഷേ വഅസ്ബഹ്ന ഫിൽ ഹാവിയ, നേരം വെളുത്തപ്പോഴത്തിന് ഞങ്ങൾ ഈ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ജീവിച്ചു വരികയാണ് സന്തോഷത്തിൽ, അങ്ങനെ അങ്ങനെ ആറാടി വരികയാണ്. ഒരു ദിവസം നേരം വെളുത്തപ്പോഴത്തിന് ഞങ്ങളൊക്കെ മരിച്ചു, അതാണ് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞു. കാല, അപ്പോൾ ഈസാ നബി ചോദിച്ചു, വഖൈഫദാക, എന്തതിന് കാരണം, എന്താ പറ്റിയത്? ഫഖാല, അയാൾ പറഞ്ഞു, ബിഹുബ്ബിന അദ്ദുനിയ, ഞങ്ങൾ വലിയ ദുനിയാവിനോട് വലിയ പ്രേമുള്ള ജനതയായിരുന്നു. വതഅഅതിന അലാ അഹ്ലിൽ മആസി, കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് വഴിപ്പെടുകയും ചെയ്തിരുന്നു. ഇതന്നെ ഞങ്ങൾ പ്രശ്നം, വേറൊന്നുമില്ല. ദുനിയാവിനോട് പിന്നെ ഒരു സ്വഭാവമാണ്, ദുനിയാവിനോട് നമുക്ക് കൊതിയുണ്ടെങ്കിൽ കുറ്റം നമുക്ക് കുറ്റമായി തോന്നില്ല. ഒരാൾക്ക് കുറ്റം കുറ്റമായി തോന്നണമെങ്കിൽ ദുനിയാവിനോടുള്ള കൊതി അയാൾ മാറ്റിവെക്കണം. മനസ്സിലായില്ല? ഒരു പാടാണ് പറഞ്ഞത്. അവരെ അവസ്ഥ പറഞ്ഞില്ല. അവരെന്താണ്, അവർക്ക് ദുനിയാവിനോട് വലിയ കുറ്റിയാണ്. അപ്പോൾ കുറ്റം ചെയ്യുന്നവരോട് അവർക്ക് വിരോധമില്ല. കാരണം കുറ്റം ചെയ്യുന്നവരോട് വിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ദുന്യവിയായ മഹബത്ത് നടക്കൂല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം പറഞ്ഞു, ഇപ്പം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു കുറ്റവാളിയാണ്. അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ചായ കുടിച്ച് അവൻ്റെ തമാശ പറഞ്ഞിട്ട് അവൻ്റെ ഒരു സാധനം കച്ചവടം ചെയ്യേണ്ടി വരും. ആ കച്ചവടം ചെയ്യുന്നതിൽ വലിയ ലാഭം ഉണ്ടാവും. കച്ചവടം ചെയ്തതിൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. മുതൽ അവൻ്റെ കയ്യിലാണ്. പക്ഷേ ഓൻ്റെ മുന്നിൽ പോയിട്ട് ഒരു മാന്യനായ മനുഷ്യന് 5 മിനിറ്റ് ഇരിക്കാൻ തയ്യാറാവില്ല. ഓൻ്റെ മുതലിൻ്റെ ലാഭം നമുക്ക് വേണ്ട. ഓൻ്റെ അവിടെ പോയാൽ ഓൻ്റെ ഒരു കാലിച്ചായ കുടിക്കേണ്ടി വരും, അതിനാവില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതേ സമയത്ത് ആ കൂട്ടത്തിൽ വേറൊരുത്തൻ പറയും, ഒരു കാലിച്ച കുടിച്ചാലല്ലേ, എന്താ ഓൻ്റെ അവിടെ കടന്നുറങ്ങൊന്നും വേണ്ടല്ലോ. ഓൻ പറയുന്നൊക്കെ നമ്മൾ മൂളേണ്ടി വരും. ഒന്നാണ് മൂളിയാൽ എന്താ, ആ മുതൽ നമ്മൾ കച്ചവടം ചെയ്താൽ അതിൻ്റെ ഇരട്ടിക്ക് വെക്കുക, നമുക്ക് 10 കോടി ലാഭം കിട്ടും. ഇജു ചോദിക്കോ? ഞാനില്ല. ഇജു 10 കോടി ഉണ്ടായിക്കോ, എനിക്കതിനാവശ്യമില്ല. എനിക്ക് എൻ്റെ റബ്ബിനോടും എതിര് ചെയ്യുന്ന ഒരുത്തൻ്റെ മുന്നിൽ 10 മിനിറ്റ് അവൻ്റെ കാലിച്ചായം കുടിച്ചിരിക്കാൻ എനിക്ക് കഴിയൂല. ഇപ്പോൾ അവിടെ 2 വ്യക്തികൾക്ക് 2 തരം സ്വഭാവമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താ, മുതലിട്ടിയാൽ മതി.
രണ്ടാമത്തെ വ്യക്തിയുടെ സ്വഭാവം എന്താ? അയാൾക്ക് മുതലിൻ്റെ ആവശ്യമില്ല, ഹലാലിൽ കിട്ടിയാൽ മതി. ഈ കള്ളുടിയനായ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവൻ കള്ളുടിച്ച് പൂസായി വായ നാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ഇവനോട് കച്ചവടം ചെയ്യണം, ആ വായ നാറ്റം അനുഭവിച്ചിട്ട്. അള്ളാഹു കോപിച്ച ഒരുത്തൻ്റെ അടുത്ത് ഓനോട് ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞ് 10 മിനിറ്റ് ഇരിക്കണം. അല്ലാതെ അവനോട് കോപിച്ച് ദേഷ്യപ്പെട്ട ഓൻ്റെ മുതൽ വാങ്ങാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതന്നെ. അപ്പോൾ ഈ അഹ്ലുൽ മആസി, ഈ ദോഷക്കാരന് വഴിപ്പെട്ടാലല്ലാതെ ലാഭം കിട്ടൂല. അത് ഹുബ്ബുദ്ദുനിയൻ്റെ സ്വഭാവമാണ്. ഇതിൽ ഒന്നാമത്തെ വ്യക്തി നിസ്കരിക്കണം തന്നെയാണ്, നോമ്പ് വിൽക്കണം തന്നെയാണ്. പക്ഷെ അവന് എന്ത് ആഗ്രഹമുണ്ട്? ദുന്യാവ് ഉണ്ടാകണം. അപ്പോൾ എന്ത് നിലക്കും സഹിക്കാൻ തയ്യാറാവും ആ തമ്മാടിനോട്. അങ്ങനെ എൻ്റെ മോളെ കെട്ടിക്കണം, ഓൻ്റെ മോനെ കൊണ്ട്. മോൻ നല്ലോനാണ്, പക്ഷെ ബാപ്പാക്ക് ഫുൾ ടൈം ലെവലില്ല. ഇത് അള്ളാൻ്റെ ആളാണ് എങ്കിൽ എന്ത് പറയാം, ഓൻ മോനല്ല, ഓൻ കാബൻ്റെ ഇമാമാണെങ്കിലും ഞാൻ കടിച്ചു കൊടുക്കൂല. എന്താണെങ്കിലും ഓനെ കാണണ്ടിയല്ലോ ഇടയ്ക്കിടക്ക്, എനിക്കാവൂല. മറ്റോന് ഇപ്പം വലിയ മുതലാളിയാണ്, മകനായിട്ട് നല്ലോനുമാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ന്യായം ഉണ്ടാക്കും. നമ്മൾ അയാൾക്ക് ഇടിച്ചു കൊടുക്കില്ല, അയാളെ മകനല്ല ഇടിച്ചു കൊടുക്കണം. തിരിഞ്ഞിട്ടില്ല. ഇവൻ്റെ മൂക്കിൽ പഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കോടാനക്കോടി കോഴിക്കോട്ടങ്ങാടിയിലുണ്ട്. അപ്പോൾ ചാകണ വരെ ക്ഷമിച്ചാൽ പോരെ. എനിക്ക് മനസ്സിലായില്ല. 2 തരം കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഒരു തന്ത 100% പോക്ക, ആ തന്തൻ്റെ മകൻ 100% നല്ലോനാണ് എങ്കിൽ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് 2 ആൾക്ക് 2 തരം ഭീഷണികൾ ഉണ്ടാവുക. മനസ്സിലായില്ലേ? തന്തക്കിപ്പോൾ തന്നെ 40 വയസ്സേ ആയിട്ടുള്ളൂ, മകന് 20 മകൻ ആവറേജ് നല്ലോനാ, മകൻ ആവറേജ് നല്ലോനാ. തന്ത ദുനിയാവിലെ ഏറ്റവും വലിയ കാര്യാക്കുസമാണ് എങ്കിൽ പറയും 2 തരം കാഴ്ചപ്പാടുണ്ടോ? ഒരു കാഴ്ചപ്പാടെന്താ? നമ്മളിപ്പോൾ തന്ത കെട്ടിച്ചു കൊടുക്കില്ലല്ലോ, നമ്മൾ മകനല്ലേ. ഓനെപ്പറ്റി കാലം വരെ കുറ്റമൊന്നും കേട്ടില്ലല്ലോ. ഓനൊരു ദിവസം മരിച്ചു പോലും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതലായതാ. നമ്മളെ മകൾക്ക് കോഴിക്കോട്ടങ്ങാടിയിലെ രാജാത്തിയെ ജീവിച്ചൂടെ? കുറച്ചേരം നമ്മൾ ക്ഷമിക്കേണ്ടി വരും. നമ്മൾക്ക് നമ്മളെ പെരിയിൽ ഓട്ടോറിച്ച് വിളിച്ച് വരുമ്പോഴും ഫുൾ ടൈം ലോഡായിരിക്കും. പക്ഷെ മകനല്ലേ, മകൻ തെറ്റും ചെയ്തില്ലല്ലോ എന്ന്. അതൊരു ന്യായം. രണ്ടാമത്തെ ന്യായം എന്ത്? രണ്ടാമത്തവനെ സംബന്ധിച്ചിടത്തോളം എന്ത്? അത് വേണ്ട. കാരണം മറ്റവനെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും, വീട്ടിൽ പോയി അവനോടുണ്ടാവില്ലേ. പിന്നെ അവന് നമ്മളെ വീട്ടിൽ വരുമ്പോൾ പാട്ടാൻ പറ്റില്ലല്ലോ. കാരണം അവൻ്റെ മകൻ്റെ ഭാര്യയുടെ വീടല്ലത്. അതായത് ഈ പെണ്ണിൻ്റെ അമ്മോശാക്കല്ലേ ഈ വരുന്ന ആൾ. ഓൾ ഇവിടെ ആയ സമയത്തോ അല്ലാത്ത സമയത്തോ നമ്മളെ മകളെ അമ്മോശാക്ക നമ്മളെ വീട്ടിൽ വന്നാൽ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഓൻ ഫുൾ ടൈം ലോഡായിരിക്കും. അതുകൊണ്ട് പോയി നമുക്ക് പറ്റൂല. നമുക്ക് ആ ജാതി ആളുകളോട് ബന്ധമില്ല. ഓൻ അള്ളാൻ്റെ എതിരാളിയാണ്. അവന് എത്ര മുതലുണ്ടായാലും അവൻ്റെ മകൻ നല്ലോനായാലും നമ്മൾ കെട്ടിച്ചു കൊടുക്കൂല. കാരണം കുറച്ചു കാലം ഓനെ ക്ഷമിക്കേണ്ടി വരും, കഴിയൂല. പിന്നെ തന്തനെ കണ്ട് വളർന്നതല്ലേ മകൻ, എന്നല്ലെങ്കിൽ നാളെ ഒന്നും ആശാവില്ല എന്ന് എന്ത് കണ്ടു? ഇന്ന് തന്തക്ക് പരസ്യമായി ഉള്ളത് ഇപ്പോൾ മകന് രഹസ്യമായി ഇല്ല എന്നാരും പറഞ്ഞു. എന്താണെങ്കിലും ആദ്യം നമുക്ക് പറ്റൂല എന്ന രണ്ടാമത്തെ കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്തിനെ ഒഴിവാക്കണം? ദുന്യാവിൻ്റെ മഹബത്ത്. അതിൽ വലിയ ലാഭം ഉണ്ടോനെ കെട്ടിച്ചു കൊടുത്താൽ ആ കല്യാണം. എന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരനാണ് പിന്നെ ആ മകളെ കെട്ടിച്ചു കൊടുത്തത്. പിന്നെ ആ സ്വന്തം ഭാര്യ വരെ എന്നെ കുറ്റപ്പെടുത്തും. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നീ എൻ്റെ മകൾക്ക് ഈ അന്വേഷണം വന്നു, നീ കെട്ടിച്ചു കൊടുത്തില്ല. അപ്പോൾ അയൽവാസി കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ അവർ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ അയൽവാസിൻ്റെ വീട്ടിലേക്ക് വന്നു പോകണം, നമ്മളൊന്ന് കുത്തും ചെയ്യലുണ്ട്. പിന്നെ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലേക്ക് ഇവർ വന്നു പോവും.
ഒരു 4 കാർ ആദ്യം അകമ്പടി വന്നിട്ടാണ് ബലി വരിക. ഇത് നമ്മളെ ഭാര്യക്ക് കാണും, ആ 4 അകമ്പടി കാറിൻ്റെ ഡിക്കി നിറച്ച് സാധനങ്ങളായിരിക്കും. നമ്മളാരോ തന്ന ഒരു നോമ്പിൻ്റെ കിറ്റും കൊണ്ട് ജീവിക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ അവർ കൊടുത്ത പൊന്ന്, കൈ തൂങ്ങാൻ മാത്രം കയ്യിലും കഴുത്തിലും പൊന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മകൾക്ക് നമ്മൾ മര്യാദക്ക് കെട്ടിച്ചു കൊടുക്കാനൊരു സാധനം വരെ നമ്മളെ കയ്യിലില്ല. അപ്പം നമ്മളെ ഭാര്യ എന്ത് പറയും? എൻ്റെ പോയത്തക്കാരൻ കാക്ക. ഇനിയിപ്പോൾ ഓൻ്റെ ബാപ്പ കുറച്ച് കള്ളുടിക്കുന്ന ഇത് എന്തിനിപ്പം നമ്മളെ കല്യാണം മുടക്കി? നമ്മളെ പേരിൽ കള്ളുടിച്ച് വന്നാലോ എന്നല്ല. അപ്പം നമ്മൾ ക്ഷമിച്ചാൽ പോരെ, അയാൾ കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ പോവില്ലേ എന്നാര് പറയും? സ്വന്തം ഭാര്യ പറയും. നമ്മളെ ഏട്ടന്മാർ അനുജന്മാർ ഒക്കെ നമ്മളെ കുറ്റപ്പെടുത്തും. എന്നോട് ഇങ്ങനെ ഭർത്താന്തിനാ ദുബായിൽ എന്തൊരു കച്ചവടമാണെന്നാണ് വിചാരിച്ച്. നമ്മളൊക്കെ കുട്ടികൾ ദുബായിക്ക് പറഞ്ഞു വെച്ചാൽ അവർക്ക് നല്ല ജോലിയായില്ലേ. ഓൻ കള്ളുടിച്ച എനിക്കെന്താ? ഞാൻ ആ കല്യാണം വന്നപ്പോൾ ഞാനാണ് ഏറ്റവും ആഹ്ലാദിച്ചത്. കാരണം നമ്മളെ കുട്ടികൾക്കൊക്കെ ദുബായി ഇനി പോയിട്ട് കുറഞ്ഞ പണിയെടുത്തിട്ട് ബാക്കിയുള്ള നേരം AC കിടന്നുറങ്ങിക്കൂടെ? ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉണ്ടായിട്ട് ഇജിപ്പം എത്ര വലിയ മുത്തക്ക്, ഇജിപ്പം അത് ഖുർആൻ്റെ നടുക്കഷ്ണം. അന്നേരം ഒരാണ്ട് പാടില്ല. ഞാൻ എൻ്റെ മകളെ കല്യാണത്തിന് അന്വേഷണം എന്നോട് പറയും വേണ്ട. എന്തുകൊണ്ട്? ഈ ജാതി കല്യാണം ഇനി വരാനില്ല. നമ്മളെ വിമർശിക്കുമല്ലേ? പറ, വിമർശിക്കും. കള്ളുടിയാനാണെങ്കിലും വലിയൊരു സമ്മേളനം നടക്കുന്നിടത്തേക്ക് ഓൻ ചെന്നാലും അവന് ഫ്രണ്ടിൽ സീറ്റിൽ കസേര കൊടുക്കും. കാരണം മനസ്സിലായില്ല, ഓൻ വലിയ കള്ളുടിയനാണെങ്കിൽ പോലും ഒരു സമ്മേളനം നടത്തുന്നിടത്തൊക്കെ ചെന്നാലും ഓന് കസേര കൊടുക്കും. എന്തുകൊണ്ട്? ആ സമ്മേളനത്തിന് പിരിവിനെന്നും പോലും 10 ലക്ഷം കൊടുത്തിട്ടുണ്ടാവും. അവന് 10 ലക്ഷം ഒന്നും ഒരു ചുക്കുമല്ല. അപ്പോൾ അവന് ഫ്രണ്ട് സീറ്റിൽ കസേര കൊടുക്കും. ഓൻ്റെ മകന് നമ്മൾ പെണ്ണടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാക്കിൽ പോയാൽ ഞമ്മക്കോടെ കസേര ഇട്ടും പ്രത്യേകിച്ച് പത്രത്തിൽ നമ്മളെ ഫോട്ടം വരും. ഇതിപ്പോൾ നമുക്ക് ഒന്നുമില്ല, സമ്മേളനമൊന്നും ഒന്നുമില്ല. നമ്മൾ സമയത്ത് പോയാൽ തന്നെ ആ ബത്തൊക്കെ വെക്കണതിൻ്റെ സൈഡിലാണ് നമുക്ക് ഇരിക്കാൻ കഴിയുന്നത്. മറ്റോനാരും തടയില്ല. എല്ലാവരും ഓൻ്റെ മുന്നിലും പിന്നിലും എന്ത് ചെയ്യും? വിസിലും അടിച്ചിട്ട് പായും. കാരണം മൊലാളി വരുന്നുണ്ട്, മൊലാളി 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 മൊലാളിയാണ്. ഈ സമ്മേളനം പ്രഖ്യാപിച്ച ഉടനെ തന്നെ മൊലാളിൻ്റെ വീട്ടിലാണ് എല്ലാവരും ചെന്നത്. അപ്പോൾ മൊലാളി പറഞ്ഞു, സമ്മേളനത്തിനുള്ള എല്ലാ ചെലവും എൻ്റെ വക. ഇങ്ങനത്തെ ഒരു പൊരയ്ക്ക് നമ്മളെ മകളെ ഒരു അന്വേഷണം വന്നിട്ട്, എൻ്റെ കാക്കങ്ങളെ കൊണ്ടാണല്ലോ പാപ്പങ്ങൾ എന്നെ കെട്ടിച്ച്. അവിടെ നമുക്ക് മറുപടി ഇല്ലാതെ നിർത്തിയിരിക്കണ മാതിരി ഇരിക്കേണ്ടി വരും. മരത്തിൻ്റെ കൊമ്പിൽ നത്തുകൾ കണ്ട് കുടുങ്ങിയിട്ട് ഇരുത്തം, അങ്ങനെ നമ്മൾ ഇരിക്കേണ്ടി വരും. തന്നെ ദുനിയാവിനെ പ്രേമിക്കുന്ന, ദുനിയാവിൻ്റെ അകലുകാർക്ക് വഴിപ്പെടാതെ ദുനിയാവിനെ പ്രേമിക്കാൻ കഴിയില്ല. ദുനിയാവിൻ്റെ അകലുകാർക്ക് വഴിപ്പെടാതെ ദുനിയാവിനെ പ്രേമിക്കാൻ കഴിയില്ല. ദുനിയാവിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിൻ്റെ അകലേക്ക് വഴിപ്പെടും. അതന്നെയാണ് കുഴപ്പം. ഞങ്ങൾ കുഴപ്പം എന്താണ്? ഞങ്ങൾ ദുനിയാവിൻ്റെ അകലുകാർക്ക് വഴിപ്പെടും എന്നതാണ്. അഹ്ലുൽ മാസി കുറ്റക്കാർ, അവർക്ക് നമ്മൾ വഴിപ്പെടേണ്ടി വരും. അവർ പോയത്തം പറഞ്ഞാൽ നമ്മൾ ചിരിച്ചിട്ട് കേൾക്കും. അതേ പോയത്തം നമ്മളെ മഹലിൽ ഒരാൾ പറഞ്ഞാൽ അന്നോ മഹലിൽ നിന്ന് ഓർത്താക്കും. ഇതേ പോയത്തം മൊലാളി പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് പള്ളി പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഈച്ചൊന്ന് ഉണ്ടാതിരുന്ന കുഞ്ഞാൻ ഇപ്പൊ ഓരോ വർത്താനം പറയുന്നത് അതൊന്നും സാരല്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിൽ, ചിക്കിളി ഉണ്ടെങ്കിൽ മറ്റത്. ഓരോ നാട്ടിലേന് ഓരോ പേര്. ചില നാട്ടിൽ ബീരാൻകുട്ടി എന്ന് പറയും, ചില നാട്ടിലും ക്രിസ്ത്യാനികൾ അധികരിച്ച നാട്ടിൽ മത്തായി എന്ന് പറയും. മത്തായി നല്ലോണം വേണമെന്ന് പറയും.
മുസ്ലിങ്ങളുള്ള നാട്ടിൽ വീരാൻകുട്ടി കുറച്ച് വേണമെന്നറിയും, ചില നാട്ടിൽ ചിക്കിടി വേണമെന്നറിയും. അതിലുള്ളവൻ എന്ത് കള്ളുടിച്ചാലും പാടില്ല. ഒരിക്കൊരാളിനോട് പറഞ്ഞു, പിരിവിന് പറ്റിയ ഒരാളുണ്ട്, അയാളുടെ അടുത്തേക്ക് പോയാൽ നിങ്ങൾ പറഞ്ഞ പിരിവ് അയാൾ തരും. വലിയ മുതലാളിയാണ്. പണ്ട് ഒരു 15 കൊല്ലം മുമ്പ്. പക്ഷേ ഏഷ്യ നിസ്കാരം കഴിഞ്ഞിട്ട് പോവാം. ഏഷ്യ നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ എന്നാൽ വേഗം പിരിവം തരും. അയാൾ പെട്ടെന്ന് പറഞ്ഞേക്കും ചെയ്യും, നേരം വെളുക്കരുത്. അതെന്താന്ന് ചോദിച്ചു. അപ്പം അയാൾ പറയാൻ മടിച്ചു പറഞ്ഞു, ഏഷ്യ നിസ്കാരം കഴിഞ്ഞാൽ അയാൾ കള്ളുടിക്കും. പിന്നെ അയാൾക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും വിരോധം ഉണ്ടാവില്ല. ഞങ്ങളെ കഴിഞ്ഞ നേർച്ചക്ക് 10 പോത്താണ് അയാൾ തന്നത് എന്നോട് പറഞ്ഞു. പലവട്ടം പറഞ്ഞിട്ടുള്ള സംഭവം. ഒരു വട്ടം 2 വട്ടം എന്നല്ല ഈ വ്യക്തിനോട് പറഞ്ഞ് ഒരാളെ പറ്റി മനസ്സിലായില്ല. അപ്പം അതിൻ്റെ ഹാങ് ഓവറിൽ അയാൾ എന്തും കൊടുക്കും, നേരം വിട്ടാൽ കൊടുക്കൂല. അപ്പം ഇത് മുതലാക്കണം ആര്? അള്ളാഹിൻ്റെ അടുത്തേക്ക് സിറാത്തുൽ മുസ്തഖീം വെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിരിവിനോട്. ഇങ്ങനെയൊക്കെ ലോകം. ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ ഈസാ നബി ചോദിച്ചു, വകൈഫ കാന ഹുബ്ബുക്കും ലിദ്ദുനിയ, ദുനിയാവിനോടുള്ള നിങ്ങളുടെ പ്രേമം എങ്ങനെയുണ്ടായിരുന്നു, അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? അപ്പോൾ ഹുബ്ബു സബിയ ലി ഉമ്മിഹി, കുഞ്ഞുമ്മാനെ പ്രേമിക്കും പോലെ ഞങ്ങൾ ദുനിയാവിനെ പ്രേമിച്ചിട്ടുണ്ട്. ഇതാ അക്ബലത്ത് ഫരിഹന ബിഹ, ദുനിയാവ് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. വൈദാ അദ്ബറത്ത് ഹുസ്നൻ ഹസന്ന ബഖൈന അലിഹ, നിങ്ങൾക്ക് ഖേദം വരും, പിന്നെ ഞങ്ങൾ കരയും. ഇതന്നെയല്ലേ ഫാമിലി അവസ്ഥ? മനസ്സിലായില്ല? നിങ്ങൾ ദുനിയാവിനെ ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കിത് പറ്റിയത്. അപ്പോൾ ഈസാ നബി ആ വ്യക്തിയോട് ചോദിച്ചു, ദുനിയാവിനോടുള്ള നിങ്ങളെ പ്രേമത്തിനൊരു ഉപമ പറയും. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കുഞ്ഞു ഉമ്മാനെ പ്രേമിക്കും പോലെയാണ് ഞങ്ങൾ ദുനിയാവിനെ പ്രേമിച്ച്. ഉമ്മ വരുന്നുണ്ട്, ആ കുട്ടി ചിരിക്കും, ഉമ്മ പോയാ കുട്ടി കരയും. അങ്ങനെ തന്നെയല്ലേ ചെറിയ മക്കൾ? 1 വയസ്സ് 1.5 വയസ്സായ മക്കളെയൊക്കെ നോക്കി അവരെ കഥ. അവരെ തള്ള വരികയാണെങ്കിൽ പെരിഞ്ചിരിയിരിക്കും, തള്ള അവിടെ വെച്ചിട്ടാണ് പോവുകയാണെങ്കിലോ കരയും. ഇതന്നെ ഞങ്ങൾ ദുനിയാവിൽ ഞങ്ങളീ അവസ്ഥ. ദുനിയാവിൻ്റെ ലാഭം വരുമ്പോൾ ഞങ്ങൾക്ക് പേരും ചിരിയായിരിക്കും, നഷ്ടം സംഭവിച്ചാലോ ഞങ്ങൾ പൊട്ടി കരയും. ഹബ്ബു സബീലി ഉമ്മഹി, കുഞ്ഞുമ്മാനെ പ്രേമിക്കും പോലെയാണ് ഞങ്ങൾ ദുനിയാവിനെ പ്രേമിച്ച്. അവരെ കുറ്റം പറയണ്ടാന്ന്. പിന്നെ നമ്മളെയൊക്കെ എന്താണുള്ള മരിപ്പിക്കാത്തതെന്ന് ഒന്നിച്ചാണ് മരിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവരെ സ്വഭാവം തന്നെ നമ്മുടെ സ്വഭാവം. എന്ന് അപ്പോൾ ഇവിടെ വേറെയും കുറേ ആളുണ്ടല്ലോ, ഇയാണ് പല്ലോ ആ കൂട്ടത്തിൽ നിന്ന് എണീറ്റിട്ട് എനിക്ക് ഉത്തരം തന്നത്. വേറെയും കുറേ ആൾ ഓലാരും എണീറ്റവില്ല, ഉത്തരം തന്നുമില്ല. അവർ മലക്കുകൾ അവരെ ചെങ്ങലക്കെട്ട് പൂട്ടിയിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവർക്ക് എണീക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു, അന്യ കുന്തുഫി ബലമക്കുൻമിനോ, ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും അവരത്ര ദുനിയാവിനോട് പ്രേമം എനിക്കുണ്ടായിരുന്നില്ല, അത്രയേ ഉള്ളൂ. ഞാൻ അവരെ കൂട്ടത്തിൽ ആ ഗ്രാമത്തിൽ തന്നെ ജീവിച്ചു. പക്ഷേ അവരെ പോലത്തെ ഒരു ദുന്യവിയായ പ്രേമം ഇതിനൊന്നും നല്ല എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവരെ പോലെ ആയില്ല. അതാ പറഞ്ഞപ്പോൾ എനിക്കും എത്തി. കാരണം ഫിത്നയെ ഭയപ്പെടുക, ഫിത്നക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ ഒന്നിച്ചനുഭവിക്കേണ്ടി വരും. കള്ളുടിയന്മാരെ കൊണ്ട് ഒരു വിമാനം വീഴുകയാണെങ്കിൽ നല്ലവരെ മുഴുവൻ പാരച്ചൂട്ടിൽ ജിബിരിയിൽ കൊണ്ടുപോയിട്ടല്ല വിമാനം വീഴുക, അടക്കി വീഴും. നല്ലവരൊക്കെ വരി
ഞാൻ ജിബിരിയിലാണ് മീക്കായിലാണ് ഞങ്ങളെ ചിറകുമ്മൽ നിങ്ങളെ ഒക്കെ കയറ്റിത്തരാൻ ഞങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഒരൊക്കെ നാട്ടിൽ കൊണ്ടുപോയി മൂത്തേടത്തും പരിയങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഇറക്കിയിട്ട് പിന്നെ അല്ല വിമാനം വീഴ്ത്തുക. വിമാനം വീഴുകയാണെങ്കിൽ അടക്കി വീഴും. അങ്ങനെ ഉണ്ടാകുക. ചിന്തിക്കണം. ജഹന്നം, നരകത്തിൻ്റെ വക്കുമ്മൽ എന്നെ കെട്ടിയിട്ടതായിരുന്നു. അക്ബബു ഫിഹ, ഞാൻ രക്ഷപ്പെടുവോ അതല്ല വീഴേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. അതന്നെ അപ്പോൾ ഹവാരിയങ്ങളോട് ഈസാ നബി അലൈഹി സ്വലാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, പരുപരുത്ത റൊട്ടി കഴിക്കുക, വിശപ്പടക്കാൻ മാത്രം പരുപരുത്ത റൊട്ടി കഴിക്കുക. പിന്നെയോ കടഞ്ഞ മിനുസപ്പെടുത്താത്ത വസ്ത്രങ്ങൾ, കരിമ്പടങ്ങൾ ധരിക്കുക. പിന്നെയോ അത്രയൊന്നും നല്ലതല്ലാത്ത പരുപരുത്ത ഏതെങ്കിലും മസാബിൽ, ഏതെങ്കിലും മോശപ്പെട്ട സ്ഥലത്തിൻ്റെ പരിസരത്താണെങ്കിലും വേണ്ടില്ല, എന്തെങ്കിലും നല്ല പരുപരുത്ത മിനുസമുള്ള മെത്തയല്ല, അല്ലാതെ എന്തെങ്കിലും കിട്ടിയാൽ അതിൻ്റെ മേലെ കടന്നുറങ്ങുക. കസീറുൻ, അതെമ്പാടുമാണ്. ആഫിയത്തുണ്ടെങ്കിൽ അത് മതി. വല്ല ആഹ്റം കിട്ടുമെങ്കിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ, അത് മതി. അല്ലാതെ അതിൻ്റെ മേലെ കൊതിക്കണ്ട, അതിൽ ഖൈറില്ല. നിങ്ങൾ എന്തിനു കൊതിച്ചോളി? ആഫിയത്തിന് കൊതിച്ചോളി. اللهم اهدني فيمن هديت وعافني فيمن عافيت. عافية هداية عافية أن هداية عافية أدنى اللهم اكترنا درت الله ترنا الله ترنا. كانت ناقة رسول الله صلى الله عليه وسلم العرباء لا تسبق فجاء أعرابي بناقتها له فسبقها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഒട്ടകമായിരുന്നു. അത് സാധാരണ നടത്തങ്ങനെ നടക്കും, അത്രേ നടക്കും. അപ്പോൾ ഫജാ അഅറാബിയ്യുൻ ബിനാഖത്തിൻ ലഹു, അപ്പോൾ അഅറാബിയായ ഒരു ഗ്രാമീണൻ തൻ്റെ ഒട്ടകവുമായി വന്നു. ഫസബഖഹ, അത് തെളിക്കുന്നതോടുകൂടെ ധൃതി പിടിച്ച് നടക്കുകയും മുത്തുനബിയുടെ ഒട്ടകത്തെ മറികടക്കുകയും ചെയ്തു. ഫശഖ്ഖ ദാലിക അലൽ മുസ്ലിമീൻ, അപ്പോൾ മുസ്ലിങ്ങൾക്കൊരു വിഷമം പോലെ തോന്നി. മനസ്സിലായില്ല? നബിയുടെ ഒട്ടകത്തെ മറികടന്നു, അറാബിയുടെ ഒട്ടകം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ നബിൻ്റെ ഒട്ടകത്തിന് കൂടുതൽ നടക്കാൻ വയ്യല്ലോ എന്നൊരു വിഷമം ആർക്കുണ്ടായി? സ്വഹാബികൾക്കുണ്ടായി. ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ ഹബീബാ നബി പറഞ്ഞു, ഇന്നഹു ലഹഖുൻ അലല്ലാഹി അൻ ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയ ഇല്ലാ വലഅഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയായി വെച്ചിരിക്കുകയാണ്, ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും ദുനിയാവിൽ. താഴ്ചയില്ലാത്ത ഉയർച്ച ദുനിയാവിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയാൽ മതി. മനസ്സിലായത്? ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? താഴ്ച ഉണ്ടാവും. നമുക്ക് മെല്ലെ പോയാൽ മതി, മെല്ലെ 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 അങ്ങനെ എത്താം. മറ്റേ പെരുമ്പാച്ചൽ വാണിയംകുളം ചന്തയ്ക്ക് പോവുകയാണ്. പക്ഷെ പെരുമ്പാച്ചൽ പാഞ്ഞാൽ ചിലപ്പോൾ മഞ്ചേരി കിടക്കേണ്ടി വരും. നമ്മളൊരു ആവറേജ് പോയാൽ ഒരു വിചാരിച്ച അത്ര മഞ്ചേരി എത്തൂല. പക്ഷെ നമ്മൾ മഞ്ചേരി എത്തിയാലും പിന്നെ അവിടുന്ന് ആനക്കയം വഴി വാണിയംകുളം വരെ പോവും. ഇത് പാച്ചിലിനനുസരിച്ച് എവിടെ കിടക്കും? മഞ്ചേരി കിടക്കും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? വാണിയംകുളം ചന്തയ്ക്ക് പോവുകയാണ്. അപ്പം നല്ലത് മെല്ലെ പോകലാണ്. എന്നാൽ എവിടെ എത്താം? വലിയൊരു ഇടങ്ങേറില്ലാതെ വാണിയംകുളം ചന്തയിലെത്താം. മറ്റേ ഇവിടുന്ന് ഒരു പാച്ചിലാണ് പായും. പിന്നെ മഞ്ചേരിയാണ് കിടക്കാൻ കഴിയൂല. മഞ്ചേരി ചന്തയിലും ചിലപ്പോൾ പങ്കെടുക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അതിനേക്കാളും വലിയ ചന്ത നടക്കുന്നുണ്ട് വാണിയംകുളത്ത്, എത്തൂല. മനസ്സിലാവും? അപ്പം വാണിയംകുളം ചന്തയ്ക്ക് എത്തണമെന്ന് പൂതിയുണ്ടെങ്കിൽ മെല്ലെ പോകൽ നല്ലതാണ്. എവിടെ ഉയർച്ച ഉണ്ടോ അവിടെ തന്നെ എന്തും കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? താഴ്ച വരും. എന്നാൽ അത് ദുനിയാവിൻ്റെ
ദുനിയാവിൻ്റെ ഒരു രീതിയിൽ അള്ളാഹു തആല രീതിയാക്കിയതാണ്. അതുകൊണ്ട് കൊതിക്കണ്ട കൂടുതൽ എന്ന്. വഖാല ഈസ അലൈഹിസ്സലാം, ഈസാ നബി പറഞ്ഞു, മനില്ലദി യബ്നി അലാ മൗജിൽ ബഹരി ദാറൻ, ആർക്കാണ് തിരമാലകൾക്ക് മേൽ വീട് വെക്കാൻ കൊതിയുള്ളത്? ആരാണ് ദുനിയാവിൽ തിരമാലകൾക്ക് മേൽ വീട് വെക്കാൻ കൊതിയുള്ളത്? ആർക്കാ? നല്ല ഭംഗിയുണ്ടാവും. തിരിക്കുമോ ദുനിയ, അതാണ് ദുനിയാവ്. മാലഹ ഖറാറ, അതിന് നിലനിൽപ്പുണ്ടാവില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ദുനിയാവിൻ്റെ മേൽ നിങ്ങൾ മനോഹരമായി ഉണ്ടാക്കുന്ന എന്തും സമുദ്രത്തിൻ്റെ തിരമാലയുടെ മേൽ ഉണ്ടാക്കുന്നതാണ് എന്നെങ്കിലും വിചാരിച്ചാൽ മതി. അതിൽ ഒരു കുട്ടിനെ വേണമെങ്കിൽ കയറ്റിയിരുത്തിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഒരു ചെറിയ പെട്ടിക്കൂട് പോലത്തെ ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് തിരമാലൻ്റെ ഇടയിൽ അത് വെച്ചിട്ട് അതിൽ അങ്ങനെ പിടിച്ച് അങ്ങനെ കൊണ്ട് നടക്കുക. അപ്പോൾ തിരമാലൻ്റെ മേലാണ് നമ്മളെ കുട്ടി താമസിക്കുന്നതൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ബാപ്പിയമ്മയും കൂടി കയറുന്നതോടുകൂടെ അത് താന്ന് മുങ്ങിച്ചാവും. ഒക്കെ കാരണം അതിന് വല്ലാതെ കനം കൂടാൻ പറ്റൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പം അതന്നെ, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഒരു കളി വീട് പോലത്തെ ഒരു വീടുണ്ടാക്കി നമ്മളെ കുട്ടി അതിലിരുത്തിയിട്ട് ഫോട്ടോ എടുക്കുക. നമ്മളെ കുഞ്ഞുമോൻ തിരമാലയിൽ താമസിക്കുന്നു, അതുപോലെ തന്നെ വലിയതാവുമ്പോൾ കാണിച്ചു കൊടുക്കുക, തിരമാലയിൽ വലിയ താമസിച്ച ആളാണ്. നഞ്ഞായിക്കൂടെ ഇന്നത്തെ ഉറക്കപ്പെടുത്തുന്നതെന്ന് വിചാരിച്ച് ബാപ്പയും അമ്മയും കൂടി കയ്യിൽ കരി കുത്തിരുന്നാലോ? അതിനൊരു ഉറപ്പില്ല. മാലഹ ഖറാറ, അതിന് അല്ലാഹു തആല ഒരു സ്ഥിരത വെച്ചിട്ടില്ല. അതെപ്പോഴും മുങ്ങിപ്പോവും. തിൽക്കുമു ദുനിയ, ഇതാണ് ദുനിയാവ്. ഫലാ തത്തഖിദുഹാ ദാറ ഖറാറ, അത് നിലനിൽക്കുന്ന ഒരു സാധനമാണെന്ന് ഒരാളും വിചാരിക്കരുത്. യാ അഹ്ലൽ ലദാതി ദുനിയ ലാ ബഖാ ലഹാ ഇന്ന ഇഗ്തിറാറൻ ബിളില്ലിൻ സായിലുൻ ഹുമുഖൂ. യാ അഹ്ലൽ ലദാതി ദുനിയ, ദുനിയാവിൻ്റെ രസങ്ങളുടെ ആളുകളെ, ലാ ബഖാ ലഹാ, ആ രസത്തിന് യാതൊരു നിലനിൽപ്പും ഇല്ല. ഏത് രസത്തിനും നിലനിൽപ്പില്ല. എന്തിനും നിലനിൽപ്പില്ല. ഒരു നിലനിൽപ്പില്ല, ഒന്നിനില്ല. നിങ്ങൾ ചിന്തിക്കുക. ഇപ്പം നമ്മൾ കേരളത്തിൽ പ്രസംഗിക്കുകയാണ്. ഇപ്പം നമ്മൾ പ്രസംഗം കേൾക്കും, ആയിരക്കണക്കായ ആളുകൾ കേൾക്കും. പ്രസംഗം കഴിഞ്ഞാൽ 10,000-കണക്കായ ആളുകൾ ഫോളോ ചെയ്യും, കേൾക്കും. അപ്പം അത് ദുനിയാവികമായി ആഗ്രഹിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇത്രയോ ആളുകൾ അയാളെ ഫോളോ ചെയ്യുന്നു, ഇത്രയും ആളുകൾ പ്രസംഗം കേൾക്കുന്നു. അയാൾ വന്നാൽ അയാൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നു. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ കണ്ടോളി. ഇനി നമ്മൾ മലേഷ്യക്ക് പോയി ഒരു 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു. നമ്മളൊരു പ്രസംഗം നടത്തിയാൽ മൈലിൽ ആളുകൾ തന്നെ വരില്ല. പിന്നെ നമ്മൾ മരിച്ചു. പിന്നെ ഏതൊരു സനബിനെ പോലെ കഴിവുള്ള ഒരാൾ നമ്മളെ ഹയാത്താക്കി ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോഴത്തേനും ഇവിടെ വേറെ പ്രഭാഷകർ, വേറെ വിഷയങ്ങൾ, വേറെ കാര്യങ്ങൾ. നമ്മൾക്ക് പ്രഭാഷണത്തിന് വന്നാൽ നമ്മൾ ആ ഒരു പ്രഭാഷണം കേൾക്കാൻ വന്നാൽ പോലും നമ്മൾക്ക് ഫ്രണ്ട് ഭാഗത്തൊരു സീറ്റ് കിട്ടില്ല. നമ്മൾ 10,000 കണക്കിന് ആളുകളുടെ ഫോളോവേഴ്സുള്ള ഒരാളായിരുന്നു. പക്ഷേ അതിനൊന്നും നിലനിൽപ്പില്ല. അതൊക്കെ ഒരു ഘട്ടമാണ്, മാറിക്കൊണ്ടേയിരിക്കും. തകർക്കപ്പെടാത്ത ഒന്നും ദുനിയാവിലില്ല, മറക്കപ്പെടാത്ത ഒരൊന്നും ദുനിയാവിലില്ല. എല്ലാം മറന്നു. ചിന്തിക്ക്. എല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. നിങ്ങളെ ഭാര്യയും കൂടി സന്തോഷത്തിൽ കഴിഞ്ഞുകൂടി. മഹ്ശറിലെത്തിയപ്പോൾ, സ്വർഗത്തിലെത്തിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ആ പുതിയ പെണ്ണ വേണമെങ്കിൽ തരാം. ഞാൻ അതിനേക്കാൾ നല്ല ചുറുക്കുള്ള സ്നേഹമുള്ള ആണുങ്ങൾ വേറെ അവിടെ എൻ്റെ സൃഷ്ടികളുണ്ട്.
ഓരിയും തരാമെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ നമ്മളൊക്കെയൊക്കെ പറയില്ലെങ്കിലും ഒറ്റയ്ക്ക് അള്ളാൻ്റെ ഓഫീസിൽ പോയി പറയാം, അള്ളാ അങ്ങനെ നല്ല ഇതിനേക്കാൾ നല്ല ഉണ്ടെങ്കിൽ അയാളോട് പറയും വേണ്ട, അതായിരിക്കും. ചോറുന്നാണ്ട് ഇറങ്ങിപ്പോരു നേരത്തെ മൂലേരി അൽ ഫാത്തിഹ ഫാത്തിഹ ദ്വാർക്കാണ്. മാഫി എന്നാത്തിനായും പെണ്ണുങ്ങളെയും ഭാര്യൻ്റെ ഭർത്താവിൻ്റെ ഭക്ഷണം നമ്മൾ കഴിച്ചു. അവർ രണ്ടാളെയും സന്തോഷത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം എന്തുവായിരുന്നു നേരത്തെ ഭർത്താവ് പറഞ്ഞു, നിർത്തി മൂലേരിയാണ് അതിൻ്റെ മുതൽ തിന്നാണ് എനിക്കെതിരെ ദ്വാർക്കൽ. ഞാനത് ഇവിടെ തന്നെ തലയെ കുടുങ്ങിയാണ്ട് ഇടങ്ങേറായി, ഒഴിവാക്കാൻ കഴിയാത്ത പോലത്തെ കുടുങ്ങിയാക്കാണ്. ഇപ്പം ഇത് ഞാൻ മരിക്കണോടുകൂടെ ഇതിൻ്റെ തലേന്ന് പോകുന്നപ്പോൾ ഞാൻ വിചാരിച്ചത്, ഇപ്പം നിങ്ങൾക്ക് ചോറ് എന്നതോടുകൂടെ ഇപ്പം ദുനിയാവിലും അല്ല നിങ്ങൾ ആഖിറത്തിലും എൻ്റെ പെരടി തന്നെ ഇടുന്നാണല്ലോ. അതാണ് അതിൻ്റെ അവസ്ഥ. നമ്മൾ പറയും പിന്നെ വേറെ ഭാര്യ ഭർത്താവിനെ കെട്ടിച്ചു കൊടുത്തു സ്വർഗത്തിലോളെ. പിന്നെ ഏതെങ്കിലും പുഴക്കരയിൽ വെച്ച് നമ്മൾ കണ്ടുവിട്ടാണെങ്കിൽ ഓളെന്താ അപ്പം പറയാം, എന്താ ചെയ്യുക, സ്വർഗമാണെങ്കിൽ നമ്മൾ വിചാരിച്ച മുഴുവനും കൂടി നടക്കൂല. നിങ്ങളെ ഭാര്യയാണെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങളെ ഭാര്യയല്ല, മറ്റേ കുഞ്ഞേമോട്ടിൻ്റെ ഭാര്യയാണ്. പിന്നെ ഞാൻ അള്ളാൻ്റെ തീരുമാനമല്ലേ അങ്ങനെ സഹിച്ചു. ഇനിയിപ്പോൾ ഏതെങ്കിലും കാലത്ത് അപ്പം അള്ളാഹു ഇതൊക്കെ മാറ്റി തരികയാണെങ്കിൽ അപ്പം നമുക്ക് ആവും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അള്ളാൻ്റെ തക്തീർ അങ്ങനെയല്ലേ അറിവോള്, എന്തും പറയാൻ പറ്റിയ സാധനമല്ലോ. എന്ത് അള്ളാൻ്റെ തക്തീർ, അള്ളാൻ്റെ തക്തീർ ഞാൻ ആഖിറത്തിൽ നിങ്ങളെ ഭാര്യ ആകാതിരിക്കലായിരിക്കും. ആയിക്കോട്ടെ അള്ളാൻ്റെ തക്തീർ ആക്കട്ടെ എന്ന് പറഞ്ഞു രണ്ടാൾ നല്ല നിലയ്ക്ക് പിരിയും ചെയ്തു. അത്രേ ഉണ്ടാവുള്ളൂ. ഒന്നും ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവ് പുതിയതിനെ കൊതിപ്പിക്കും. അത് വല്ല ഗുണം ഉണ്ടാവുമോ? അതുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവ് ഒഴിവാക്കണം എന്നല്ല, ദുനിയാവല്ല അതിനെ മനസ്സിലാക്കണം. ദുനിയാവിനെ മനസ്സിലാക്കിയിട്ട് ദുനിയാവ് ഉണ്ടായാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഭയങ്കര മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു വണ്ടി 100, 120, 80, 90, 100 ഹൈ സ്പീഡിൽ വരുമ്പോഴത്താണ് എന്ത് ചെയ്യുക, നല്ല വെള്ളയും കറുപ്പും പെയിൻ്റ് അടിച്ച ഇങ്ങനെ നല്ല കല്ലുകൾ സ്റ്റോൺസ് ഇങ്ങനെ കുത്തും, തുടർന്ന് കുത്തും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ത് പുഴ അടുത്തു. എന്തിനത് കുത്തുന്നത്? എന്തിനാ കുത്തുന്നത് അറിയോ? പുഴ അടുത്തൊന്ന് മനസ്സിലാക്കാനാണ്. അതായത് ഇതിൻ്റെ 120 ചവിട്ടണ്ട, ഒന്നിന് ശേഷം കുറച്ചള. കാരണം തെന്നാൽ മറ്റൊരു ഏതെങ്കിലും ഒരു കുഴിക്കേ പോകുള്ളൂ, ഇത് ജീവൻ പോകും. അപ്പോഴും ഓൻ ചൊറുക്ക് വരും. ഇതെന്താ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതിവിടെ ചൊറുക്കുള്ള കല്ലൊക്കെ കുത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ 120, 140 ആയാലോ, ഒന്ന് വെട്ടിച്ചാൽ മതി, എൻ്റെ ജീവൻ പോയി. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ഈ കല്ല് കുത്തിയത് ഇവിടെ പുഴ അടുത്തതുകൊണ്ടാണ്. ഇങ്ങനൊരു കല്ല് കുത്തിയത് സർക്കാരിൻ്റെ കയ്യിൽ പാലപ്പണി, ഈ ദുനിയാവിലെല്ലാ പാലപ്പണിയും കഴിഞ്ഞ് കുറച്ച് കല്ല് ബാക്കി ഉണ്ടായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുത്തിയല്ല. എന്ത് നമുക്ക് ഇത് പുഴയാണ് വരാൻ പോണത്, ഒന്ന് കീപ്പട്ടി ഓട്ടിക്കും തന്നെ. നമ്മൾ ദുനിയാവിനെ പഠിക്കണം, ഈ സിഗ്നൽസിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ദുനിയാവ് കിട്ടുന്നതിനനുസരിച്ച് ദുനിയാവ് നമുക്ക് കൂടുതൽ വരുമ്പോൾ നമ്മൾ ഈ സിഗ്നൽസ് വരുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കീപ്പിട്ട് ഇറങ്ങണം. കീഴ്പോട്ടിറങ്ങണം. അവൻ്റെ സ്വഭാവം നന്നാക്കണം, രീതി നന്നാക്കണം, അവൻ്റെ സഹാവത്ത് മനസ്സ് നന്നാക്കണം. അല്ല അപ്പോൾ അവൻ രക്ഷപ്പെട്ടേക്കാം, രക്ഷപ്പെട്ടേക്കാം. അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട ആളാണ് സയ്യിദ്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. വലിയ മുതലാളിയാണ്. എന്നിട്ട് റസൂൽ എന്ത് പറഞ്ഞ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സിറാത്ത് പാലത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? എന്തുണ്ട്? മുതലുണ്ട്. ഇനി എന്താ പറയാനുള്ളത്? കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും.
മറ്റവരെ ഈസിയായിട്ട് പോകാൻ കഴിയൂല. എന്തുണ്ടല്ലോ മുതലില്ലേ? എങ്ങനെയുണ്ട്? ആരെപ്പറ്റി പറയണേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ആരാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്? അത്രയും വലിയ മഹാനാണ്. എന്നാലും ദുനിയാവുണ്ട്. ദുനിയാവിന് അതിൻ്റെ ദോഷമുണ്ട്. അതന്നെ. يا أهل اللذات دنيا لا بقاء لها إن اغترارا بظل زائل حمق. ദുനിയാവിൻ്റെ രസങ്ങളിൽ വഞ്ചിതരായവരെ ലാ ബഖാഅ ലഹാ, ദുനിയാവിനോ അതിൻ്റെ രസത്തിനോ യാതൊരു നിലനിൽപ്പുമില്ല. ഇന്ന ഇഗ്തിറാറൻ, വഞ്ചിതനാകൽ, ബിളില്ലിൻ സായിലിൻ, നീങ്ങിപ്പോകുന്ന തണൽ കൊണ്ട് ഒരാൾ വഞ്ചിതനായാൽ ഹുമുഖുൻ, അവൻ ഹമുക്കല്ലെങ്കിൽ പിന്നെ ആരാണ്? അത്തരം ആളുകൾ തിരിഞ്ഞില്ല. ഒരാൾ രാവിലെ മരച്ചോട്ട് കിടന്നുറങ്ങി. രാവിലെ മരച്ചോട്ട് കിടന്നുറങ്ങി. നല്ല വെയിലിങ്ങനെ വരുന്ന സമയമാണ്. വെയിലിങ്ങനെ വരുന്ന സമയം. അപ്പോൾ അവിടെ തണലുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്ത് അവിടെ കിടന്നു ഉറങ്ങി. എങ്കിൽ രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന്, ഉറങ്ങാൻ കഴിയില്ല. രണ്ട്, ഉറങ്ങുകയാണെങ്കിൽ അവൻ്റെ വെയിലത്തും ചുട്ടുപൊള്ളും. കാരണം ഈ തണൽ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ തണലവിടുന്ന് പോകും. രാവിലെ അവൻ നീണ്ട തണലുണ്ടാവും. വെയിൽ പൊങ്ങിയാൽ തണൽ ചുരുങ്ങി വരും. അപ്പം എവിടെയാവും? ഒരു വെയിലത്താവും. ഉറങ്ങാൻ കഴിയില്ല. രണ്ട്, അതിനെ മറികടക്കുന്ന ക്ഷീണം നിനക്കുണ്ടെങ്കിൽ ഉറങ്ങിപ്പോവും. പക്ഷെ 11 മണിയാകുമ്പോഴത്തേന് പതച്ചിട്ട് കണ്ട് പൊങ്ങും തടി. അപ്പം എവിടെയായിരിക്കും? പൊരിവെയിലത്ത്. ഒരു തണൽ കൊണ്ട് ഒരാൾ വഞ്ചിതനായി എന്നിരിക്കട്ടെ. എങ്ങനത്തെ തണൽ? സൈലിൻ, നീങ്ങിപ്പോകുന്ന. ഹമുക്കുൻ, അത്തരം ആളുകൾ ഹംക്കുകളാണ്. അതായത് രാവിലത്തെ തണൽ കണ്ടിട്ട് ഉറങ്ങാൻ കിടക്കണവൻ ഹംക്കാണ്. ഇത് ദുനിയാവിന് രാവിലത്തെ തണലാണ്. അതെപ്പോഴും നീങ്ങും. അതിലും അരമണിക്കൂർ നേരെ അതുണ്ടാവുള്ളൂ. പിന്നെ അവിടെ നിന്ന് എന്ത് പോയി? തണൽ പോയി. തണലെന്ത്? നട്ടുച്ച നേരാകുമ്പോഴത്തേന് തണൽ തന്നെ അതിന് മരട്ടൊതുങ്ങി. പിന്നെ നേരെ എതിർദിശയിലേക്കാണ് തണൽ വരുന്നത്. ഉച്ചവരെയുള്ളതിൻ്റെ എതിർദിശയിലേക്കാണ് ഉച്ചയ്ക്ക് ശേഷം. പിന്നെ ആ ഭാഗത്ത് തണലേ ഇല്ല. നീങ്ങിപ്പോകുന്ന ഒരു തണൽ കൊണ്ട് ഒരാൾ വഞ്ചിതനായാൽ ആ വ്യക്തികൾ ഹമുക്കുൻ, ഹമുക്കുകളാ. അങ്ങനെ ആര് വഞ്ചിതരായാലും അവർ ഹമുക്കുകളാ എന്ന് ഈസാ അലൈഹിസ്സലാം, ഈസാ നബി പറഞ്ഞു. ഹവാരിയീങ്ങളെ, ദുനിയാവിൻ്റെ നിസ്സാരമായ അല്പം കൊണ്ടും തൃപ്തിപ്പെട്ടോളൂ. ദീനിൻ്റെ സംരക്ഷണത്തോടു കൂടെ. ദീൻ രക്ഷപ്പെടാൻ കഴിയും, പക്ഷെ ദുനിയാവ് കുറച്ചേ കിട്ടുള്ളൂ. ഗൾഫിൽ പോയി ഒരു കമ്പനിയിൽ നമുക്ക് ജോലി കിട്ടി. 5 നിസ്കാരവും ജമാഅത്തും വൈകുന്നേരമായ അദ്ദാദും മൗലൂദും ഒക്കെ നടക്കും. പക്ഷേ 1000 റിയാൽ ശമ്പളം കിട്ടിയും കിട്ടും. അത്ര തന്നെ. അപ്പുറത്ത് വേറെ കമ്പനി ഉണ്ട്, അവിടെ 5000 ശമ്പളം കിട്ടും. പക്ഷേ നിസ്കാരം നോമ്പൊന്നും അവിടെ ഇല്ല. ഇനി 2 കൂട്ടരുണ്ട്, അവിടെ 2 കൂട്ടരുണ്ടാവും. മനസ്സിലായില്ല? ഒരു കൂട്ടർ എന്ത് വിചാരിക്കും? നമുക്കിനി നാട്ടിൽ പോയി നിസ്കാരം പള്ളിയും കമളിക്കാൻ പറ്റിയൊക്കെയാണ് ആകാം. എന്നാലും ഇവിടെ മാസത്തിൽ എന്തുണ്ടല്ലോ പറയും. 5000 ശമ്പളമല്ലേ? അതില്ലേ നോക്കണ്ട ഇന്നത്തെ കാലത്ത്. അവർ 1,00,000 എങ്ങനെയാലും പെരയെ കിട്ടും. അതല്ലേ നോക്കണ്ട്. നാട്ടിൽ പോയാൽ നന്നാകാലും. മനസ്സിലായില്ല? അപ്പോൾ എൻ്റെ അമ്മോശാക്കി പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഗൾഫിൽ പോയാൽ അവിടുന്ന് എന്തെങ്കിലും വേഗം 10 ഉറുപ്പ്യ ഉണ്ടാക്കി പോകാനോ വരാൻ നോക്കാൻ വേണ്ടി. അല്ലാതെ ഇപ്പോൾ എന്താ ശ്രദ്ധിച്ച അത്ര എന്ത് ശ്രദ്ധിക്കണം? അവിടെ വൈകുന്നേരം കള്ളുടിയാണ്.
കള്ളുകൂടിൻ്റെ നടുവിൽ കിടന്നിട്ട് അവന് കള്ളു കുടിക്കില്ലെന്ന് അറിയാൻ പറ്റില്ല. കള്ളും കുടിക്കേണ്ടി വരും. കാരണം അവിടെ ഉണ്ടാക്കുന്ന ചായക്ക് വരെ കള്ളിൻ്റെ വാസന ഉണ്ടാവും. പിന്നെ അവൻ കള്ളും കുഴപ്പമില്ലാത്തടത്ത് എത്തും. കാരണം കള്ളിൻ്റെ ഗ്ലാസ്സിനും എന്ത് വയ്ക്കും, വേറെ ചായ വയ്ക്കും. അവന് ആ കള്ളിനും ആ ചായക്കും എന്ത് വാസന ഉണ്ടാവും, കള്ളിൻ്റെ വാസന ഉണ്ടാവും. പിന്നെ കള്ളുവിന് വാസന ഇല്ലാതെയാവും, പിന്നെ ഒന്നും സാധനം ഇല്ലാതെയാവും. അങ്ങനെ തന്നെ വൈകുന്നേരം കള്ളുകൂടി വിചാരം തോന്നിയ പെണ്ണുങ്ങളെ കോട്ടേഴ്സിൽ കൊണ്ടല്ലോ ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാക്കുക. എന്നെ ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല. വൈകുന്നേരം വരെ അങ്ങനെ അധ്വാനിച്ച് പണിയെടുക്കുമ്പോൾ രാത്രിയായ ഒരു എന്തെങ്കിലും രസം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും, കള്ളുകൂടി ഉണ്ടാവും, തമ്മടിച്ച് പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ അവൻ അതിൻ്റെ ആളാവും. അവൻ എവിടെ പോയാലും കമ്മിറ്റിയിൽ പ്രസിഡൻ്റ് ആകണമെന്ന് പൂതിയുള്ളവനാണ്. പിന്നെ അതിൻ്റെ ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആവും. ഇവിടെ അവൻ പള്ളിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു, അവിടെ അവൻ ക്ലബിൻ്റെ പ്രസിഡൻ്റായി. ദർസ് നിർത്തി പോയിട്ട് കള്ളുകൂടി തുടങ്ങിയ ആളെ ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതില ചെന്ന് വിട്ട് പിന്നെ എൻ്റെ ആളായി, അങ്ങനെയാവും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ വരും, അങ്ങനെയൊക്കെ വന്നേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ എന്ന് قال علي بن أبي طالب رضي الله عنه وقال عيسى عليه السلام, عيسى നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ താലിബ ദുനിയ ലിതബറ, ഗുണം ചെയ്യാൻ വേണ്ടി ദുനിയാവ് തേടുന്നവനെ തർക്കുക ദുനിയ അബറോ, ദുനിയാവ് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ദുനിയാവ് തേടുകയാണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്മ ചെയ്യാൻ വേണ്ടി. എന്നാലും നല്ലത് ഒന്നും ചെയ്യാതിരിക്കുക, ദുനിയാവ് തേടാതിരിക്കല. കാരണം അത് നല്ലൊരു കളിയാണ്, തീ കൊണ്ടുള്ള കളിയാകുമ്പോൾ ആകെ കിടക്കും കത്തും, ബന്ധു സ്വന്തം കിടക്കണ റൂമിൽ തീ കൊണ്ട് കളിക്കുമ്പോഴത്തെ ഒരു കളിയാണ്. അപ്പോൾ ഒരു പൊരി വീണാൽ മതി, എൻ്റെ കിടക്കത്തും. നമുക്ക് ഗ്രില്ലിൽ കോഴി ചൂടണം, പക്ഷെ പുറത്തൊന്നും സൗകര്യമില്ല, നമ്മൾ റൂമിൽ തന്നെ ചൂടണം. എങ്കിൽ ചുട്ട കോഴി തിന്നുള്ള ഭാഗ്യം നമുക്ക് ഇല്ലയെന്ന് വിചാരിച്ച് മുണ്ടാതെ കിടന്നുറങ്ങാൻ നല്ലത്. തിന്നില്ല. ഉദാഹരണം പറയാം, വളരെ നാട്ടിൽ പോയി, നിങ്ങൾക്ക് ആകെ അവിടെ കിട്ടിയത് ഒരു റൂമാണ്. നിങ്ങൾക്ക് ഗ്രില്ലുണ്ട്, ഗ്രില്ലിൽ കോഴി ചൂടാ, കോഴിനെ പുറത്ത് വാങ്ങാൻ കിട്ടും. മസാല പരത്തി 10 മിനിറ്റോട് മസാല പരത്തി വെച്ചാൽ ഒക്കെ റാഹത്താണ്. ഗ്രില്ലും സൗകര്യമൊക്കെ ഉണ്ട് നിങ്ങൾ റൂമിൽ. പക്ഷെ പ്രശ്നമുണ്ട്, എന്ത്? അത് റൂമിലാണ്, പുറത്തെവിടെയും സ്ഥലമല്ല. നിങ്ങളെ റൂമിൽ നിങ്ങൾ ഗ്രില്ലിൽ കോഴി ചുട്ടാൽ ഒരു പൊരി വീണാൽ മതി, ഒരു പൊരി വീണു മതി, നിങ്ങളെ കിടക്ക കത്തും, നിങ്ങളാകെ കത്തും. ഒരു പൊരി വീണ വിവരം അറിയില്ല. ആ പൊരി പിന്നെ പൊന്തി കയറി വരുമ്പോഴത്തിന് നട്ടപ്പാതിരിയാവും. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നട്ടപ്പാതിരക്ക് ഉണർന്നാൽ തന്നെ എനിക്ക് വാതിൽ കാണൂല പുറത്തേക്ക് ചാടാൻ. എന്തുകൊണ്ട്? പുക മൂടിയിട്ടുണ്ടാവും. അപ്പം അതിൽ കിടന്ന് അകലേ ഉണ്ടാവുള്ളൂ. അപ്പം നല്ലതെന്താ? ചുട്ട കോഴി നമുക്ക് ഇവിടെ വേണ്ട. നാട്ടിലെത്തിയിട്ട് വലിയ 2 ഏക്കർ ഭൂമി എന്താണ് അക്കാലത്ത് നമ്മളെ നാട്ടിലെത്തിയാൽ, കാസർഗോട്ടും നിലമ്പൂരും മഞ്ചേരിയും ഒക്കെ വലിയ ഭൂമിയുള്ള നാടുകളിലെത്തിയാൽ നമുക്ക് കുഴപ്പമില്ല. അവിടെ വലിയ വിശാലമായ മൈതാനികളും പറമ്പുകളും ഉണ്ട്. അവിടെയൊക്കെ ചുട്ടാൽ ഒരു കുഴപ്പമില്ല. തീ കത്തിയാൽ തന്നെ എനിക്ക് ബേജാറില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം തീ
വലിയ ഈ റോഡ് സൈഡിലൊക്കെ വെള്ളപ്പൊക്കക്കാരായ ആളുകൾ പഴയ കാലത്ത് കഞ്ഞി വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര കത്തിക്കും തീ, എന്നിട്ടാണ് കഞ്ഞി വെക്കുക. അവർക്കത് വലിയ രസമായിരിക്കും. എന്ത് അവർക്ക് ആ കഞ്ഞിവെപ്പ് വലിയ രസമാണ്. എന്തുകൊണ്ട്? തീ ഇങ്ങനെ കത്തും. അതിൻ്റെ ഇടയിൽ പാത്രം വെച്ചിട്ട് അതിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം അവർ. തീ ഇങ്ങനെ കത്തും. തീ എൻ്റെ വരി കത്തൂല. എന്തുകൊണ്ട്? അവിടെ തീ പൊങ്ങുമ്പോഴത്തേനും ഉമ്മ ഇവിടുന്ന് വിളിച്ചു പറയും, എന്ത് തീ കൊർക്ക് മറ്റൊരു തീ കൂട്ട്. മനസ്സിലായില്ല. വെള്ളപ്പൊക്കക്കാർ കഞ്ഞി വെക്കുമ്പോൾ തീ പൊന്തിയാൽ ഓൽക്കും നഷ്ടമുണ്ടോ? എന്തുകൊണ്ട്? പറയുടെ ചങ്ങായി മേപ്പരല്ലടോ. മേപ്പരല്ലാത്തവന് തീ എത്ര പൊന്തിയാലും ചെറുക്കല്ലേ. ഒരു മണങ്ങി പോട്ടം കൊടുക്കും. നമുക്കോ തീ പോണ പേജാറല്ലേ. നമുക്ക് എന്തുണ്ട്? മേപ്പരല്ലേ, കത്തൂലേ. മറ്റവന് ലോകമേ തറവാട്, അവന് ആകാശമാണ് മേപ്പര. അവിടേക്ക് ഏതായാലും കത്തൂലല്ലോ. അതന്നെ നമുക്കൊരു മേപ്പരുണ്ട്. ഈമാനാണ് മേപ്പര. നമ്മൾ ദുനിയാവ് കത്തിയാൽ മേപ്പരയും കത്തും. നമുക്ക് എന്ത് കത്തിയാൽ എന്ത് കത്തരുത്, മേപ്പര കത്തരുത്. എന്താണ് നമ്മളെ മേപ്പര? അത് ഈമാനാണ്. അല്ലേ? സത്യം പറയാം, അത് കത്തരുത്. അപ്പോൾ ദുനിയാവ് കൂടിയാൽ നമുക്ക് എന്ത് കത്തും? മേപ്പര തന്നെ വരും. ഒരു റോഡ് കോൺട്രാക്ടർ ഉണ്ടായിരുന്നു നമ്മളെ ക്ലാസ്സിൽ. അയാളിനോട് പറഞ്ഞു, ഞാൻ രാജിവെക്കാണ്, ഞാൻ ആ പണി നിർത്തുകയാണ് ഉസ്താദ്. എന്ത്? ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ടെന്നാലേ ട്രഷറിന് പൈസ ഇട്ടു. ഓല് നേരം വയ്ക്കും. ഓല് ഒപ്പിട്ടാൻ തരണമെങ്കിൽ ഓല് എന്ത് പറയും? ആയിക്കോട്ടെ, നമുക്ക് വൈകുന്നേരം ഒന്ന് ഇറങ്ങാം, എന്നിട്ട് ബാറിൽ ഓലൊപ്പം പോകണം. നമ്മൾ കള്ളു കുടിക്കണ്ട. ഓല് കുടിച്ചതിൻ്റെ മുഴുവൻ പൈസ നമ്മൾ കൊടുക്കണം. ഓല് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് വല്ല വെള്ളമോ ചായ പെപ്സി കുടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണം. കാരണം നമ്മൾ മോമിനിയങ്ങളാണല്ലോ. പക്ഷെ എന്നാലും എവിടെ പോകണം? ബാറ് പോകാതെ പെട്ടിട്ടില്ല. ട്രഷറിയിൽ നിന്ന് പൈസ അവർ എന്തെങ്കിലും എതിര് പറഞ്ഞാലോ നമുക്ക് പൈസ തീരോട്ട് കിട്ടൂല. അവർക്ക് നല്ല മനസ്സോടുകൂടി അവർ ഒപ്പിട്ട് തരണമെങ്കിൽ അവരപ്പം ബാറിൽ പോകണം. അത് ബാറിൽ അന്നത്തെ രാത്രിയിൽ അവർ ഓർക്കേണ്ട ചങ്ങായിമാരുണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് ഇവരും വരെ ചങ്ങായിമാരും കുടിക്കണതും പിന്നെ എന്ത് പൊരിച്ച കാട മുട്ട മറ്റത് ഇതൊക്കെ ഒരു തിന്നോട്ടെ, അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. ആ സമയത്തൊക്കെ നമ്മളവിടെ ഇരിക്കണം. ഒരു ബില്ല് നമ്മൾ കൊടുക്കണം. അല്ലാതെ ട്രഷറിയിൽ നിന്ന് പൈസ കിട്ടൂല. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഇത്ര കൃത്യമാണ് പറഞ്ഞത്. ശരിയാണ്, ഇജ്ജ് കുടിക്കണ്ട, പക്ഷേ ഇജ്ജ് കുടിക്കണോരൊപ്പം ഇരുന്ന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈസ കിട്ടൂല. അതാണ് ഞാൻ. ഇതെല്ലായിടത്തും ഉണ്ട്. ഒരു കുലത്തിലല്ലെങ്കിൽ ഒരു കുലത്തിലുണ്ട്. ചിലത് ഒരു കുലത്തിലായിരിക്കും, ചിലത് വേറെ കുലത്തിലായിരിക്കും. ഉണ്ടെന്നാലും എല്ലാ നാടുകളിലും ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. എന്തിനുണ്ട്? അങ്ങനെയാണ്. അതിനാലിൻ്റെ എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിനും ഉണ്ട്. ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ കളിയാക്കല്ല, പക്ഷേ എല്ലാത്തിലും അതുണ്ടാവും. അങ്ങനെയാണ്. എന്ന് അപ്പോൾ യാ ത്വാലിബദ്ദുന്യ ലിതബറ തർക്കുകദ്ദുന്യ അബറു. നബിൻ്റെ വാക്ക. നന്മ ചെയ്യാൻ വേണ്ടി ദുന്യാവ് തേടി നടക്കുന്നവനെ ദുന്യാവ് ഒഴിവാക്കലായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത്. കാരണം അതിനനുസരിച്ച് ദോഷങ്ങളും കയറി വരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. വഖാല നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലയതിയന്നകും ബഅദി ദുനിയ, എനിക്ക് ശേഷം നിങ്ങൾക്ക് ദുനിയാവെത്തും. തൗക്കുൽ ഈമാനക്കും, അത് നിങ്ങളെ ഈമാനെ തിന്നു കളയും. കമാ തഅകുലു നാറുൽ ഹതബ, അഗ്നി വിറകിനെ തിന്നും പോലെയാണ് എനിക്ക് ശേഷം നിങ്ങളുടെ സമ്പത്ത് ഈമാനെ തിന്നു കളയുക. പുണ്യ റസൂൽ മുസ്തഫ. അതൊക്കെ വേണം. ഉള്ളൊരു നാട്ടിൽ വേണം. പക്ഷേ ഭയങ്കര പണിയാണ്. അക്കുള്ളൊരു നാട്ടിൽ വേണ്ടേ? വേണം. കുറച്ച് സമ്പത്തും കാര്യമൊക്കെ ഉണ്ടാക്കുന്നതിൽ താല്പര്യനായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയക്കാണ് പിന്നെ
ഫിസിക്കലായി ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപതിയാകാൻ കഴിഞ്ഞ ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ. കാരണം ഇഷ്ടം പോലെ പട്ടാളക്കൂട്ടം, എല്ലാ സൗകര്യമുണ്ട്. ആർക്ക്? റോമക്കാർക്കാണെന്ന് നാവികപ്പട. അപ്പോൾ മുആവിയക്ക് നാവികപ്പടയുണ്ട്. എന്തുണ്ട്? പണമുണ്ട്, പണമുണ്ട്, ഖജനാവുണ്ട്, സൗകര്യമുണ്ട്. ആ മുആവിയക്ക് യൂറോപ്പിനെ വിറപ്പിക്കാൻ കഴിഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹുവിന് എന്തുണ്ട്? പണമുണ്ട്. അങ്ങനത്തെ ഒരാൾ ഉണ്ടായാൽ ആവശ്യമാണ്. പക്ഷെ ആ മനുഷ്യൻ വളരെ കഷ്ടപ്പെടും. അങ്ങനത്തെ ഉള്ളവരുണ്ടാവണം. ഒരു സമ്പത്തുള്ളൊരു മനുഷ്യൻ നാട്ടിലുണ്ടാവണം. പക്ഷെ അയാൾ വളരെ കഷ്ടപ്പെടും. കാരണം അത് ഹലാലാക്കി നിലനിർത്തുന്നതിലും അത് ഹറാമിലേക്ക് ചാടാതെ സൂക്ഷിക്കുന്ന അയാൾക്ക് നല്ല പണിയുണ്ടാവും. നമ്മൾ തീയത്ത് ഉണ്ടാക്കിയത് തിന്നു പോരുകയാണ്. ഒരാൾ തീയത്ത് ഉണ്ടാക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ പോരുന്ന നേരത്തെ അയാൾക്ക് പോരാൻ പറ്റൂല. അയാൾക്ക് ഇനി ഇത് മുഴുവനും കെടുത്തി ഇരിക്കണം. കെടുത്തിയിട്ട് പിന്നെ 5 മിനിറ്റ് അടക്കണം. കാരണം അടിയിലുള്ള തീ കെടാതെ പിന്നെ നമ്മൾ പോകുന്നതിന് ശേഷം പോകും. അല്ലെങ്കിൽ അത്രയും വെള്ളം അവിടെ ആ അടുപ്പിലാണ് നിർത്തണം, എന്നിട്ട് ഉറപ്പിക്കണം. എന്ത് കെട്ടും. ഈ നമ്മൾ തീയത്തുണ്ടാക്കി തിന്നോലാണ്. മറ്റേയാളോ തിന്നുന്നുണ്ടെങ്കിലും തീയന്നെ അയാളുടേതാണ്, അടുപ്പ് അയാളുടേതാണ്. അയാൾക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റൂല. എന്നാലും അയാൾ 2 മണിക്ക് എണീറ്റിട്ട് ജനലിനുള്ളിൽ കൂടെ മുറ്റത്തേക്കൊന്ന് നോക്കും, പുകയുണ്ടോന്ന്. പിന്നെയും നോക്കണം അയാൾക്ക്. തഹജ്ജുദ് നിസ്കരിച്ചാൽ ആദ്യം നക്ഷത്രത്തെ നോക്കിയാൽ അൽഹംദുലില്ലാഹ് എന്നറിയാന്നല്ല, അടുപ്പൊക്കെ നോക്കണ്. എന്തുകൊണ്ട്? എങ്ങാനും തീ കത്തിപ്പിടിച്ചാലോ. അതേ സമയത്ത് തീ നിൻ്റെതല്ല, അടുപ്പും നിൻ്റെതല്ല, ഭക്ഷണവും നിൻ്റെ അല്ല, തിന്നുപോലെയാണ് ചെയ്യും. പ്രശ്നമൊന്നുമില്ല. സൂക്ഷിച്ചയാൾക്ക് കൂലി കൂടുതൽ കിട്ടിയേക്കാം, കാരണം അധ്വാനിക്കേണ്ടതാണ്. പക്ഷെ അവിടെ രക്ഷപ്പെടൽ വളരെ പ്രയാസമാണ്. അതന്നെ, നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിലും സൗകര്യങ്ങളെ സ്വീകരിക്കുന്നതിനനുസരിച്ച് നഷ്ടം കൂടും, നഷ്ടത്തിനും വേദനയും കൂടും. നിങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടോളി, നടന്നുകൊണ്ട്. എന്താ ഹജ്ജിന് പോയിക്കൂടെ? നടന്ന ഹജ്ജിന് പോയിക്കൂടെ? ഒരു നിലക്ക് അതല്ലേ നല്ലത്. ഒരു നിലക്ക് ഹജ്ജിന് പോയിക്കൂടെ? അതാണ് നല്ലത്. ഹജ്ജിന് നടന്നു പോകാൻ വളരെ നല്ലതാണ്. പക്ഷേ ഇക്കൊല്ലത്തെ ഹജ്ജിനെത്തൂല, അടുത്ത കൊല്ലത്തെ ഹജ്ജിനെത്തുള്ളൂ. അതേ സമയത്ത് കപ്പലിൽ പോയിക്കോ, പക്ഷെ മുങ്ങുന്ന പേടിയുണ്ട്. ഇതിൽ മുങ്ങുന്നൊരു പേടിയില്ല. അങ്ങനെ പോകാം, എല്ലാ നിസ്കാരപ്പള്ളിയിലും പാർക്കുക, എല്ലാ പേടിയിലും ചായ കുടിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഷിയാബ് പോയതിന് ശേഷം ഭയങ്കര മല പോലെ ആഗ്രഹമാണ് നടന്ന ഹജ്ജിനോ. അത്ര ഒരു രസം ഉണ്ടാവില്ല. ഹജ്ജ് മാത്രമല്ല, അതൊരു രസമാണ്, ഭയങ്കര രസമാണ്. ഒരു സംഘം ആളുകളുണ്ടെങ്കിൽ ഞാനും നടന്ന ഹജ്ജിനോ അങ്ങനെ പോകുക. അത്യാവശ്യം ഒക്കത്ത് പൈസ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഹജ്ജ് നടന്നു പോകണം, ഹജ്ജിന് പോകണം, ആളുകൾക്ക് ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്താൽ മതി. ഇത്ര ആളുകൾ പൈസ ഇടും. എല്ലാ നാട്ടിൽ കൂടിയും പോകാം. ഒരു ലേശം നേരം നടക്കണം. രാവിലെ എണീറ്റ് നടന്ന് ഒരു 10 മണി വരെ നടക്കുക. 10 മണി കഴിഞ്ഞാൽ കൂടാരം കെട്ടി എവിടെയും കിടക്കുക. പിന്നെ ഒരു കാറ്റോടിയിട്ട് ഒരു ഈശ വരെ നടക്കുക. അതിൻ്റെ അടിയിൽ പല പെട്ടിപ്പീടിയിൽ ചായ കുടിക്കാം. മനസ്സിലായില്ല? വായക്കൊല തൂക്കിയത്ത് ചായപ്പൊടി മുഴുവൻ കയറാം. അവരോട് ആ നാട്ടുകാരുടെ ജനങ്ങളെ അവസ്ഥകളെ പറ്റി പറയിക്കാം. പുഴ കാണുമ്പോൾ ഇറങ്ങി മുങ്ങാം. എന്തൊക്കെ. ഒരിക്കൽ എനിക്ക് ഷിയാബ് ഇറാനിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. അതേപ്പോൾ ഞാനൊരു പുഴൻ്റെ കരയിലാണ്. ഞാൻ പറഞ്ഞ ഇറങ്ങിയെന്ന് മുങ്ങട. അവർ മുങ്ങാൻ പറ്റില്ലാത്ത രസത്തെ നിറച്ച് ചീങ്കണ്ണികളാണ്. പിന്നെ ഹജ്ജിനവിടെ എത്തൂല, മൈസൂരിലെത്തും. പുഴൻ്റെ കരയിൽ ഒരു പാലത്തുമ്പോൾ നിന്നിട്ട് എനിക്ക് ഷിയാബ് ചേറ്റൂര് ഫോൺ ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പുഴ നിറച്ച് ചീങ്കണ്ണികൾ, മുതല ചീങ്കണ്ണി വെട്ടും തിന്നലായിരിക്കും. അതൊക്കെ കാണാം.
തീങ്കണ്ണില്ലെങ്കിൽ പുഴയിൽ ഇറങ്ങി മുങ്ങുക, മരുഭൂമിയിൽ യാത്ര ചെയ്യുക, ഒട്ടകൂട്ടങ്ങളുടെ കൂടെ പോകാം. നല്ല റാഹത്താണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇനി നമ്മൾ ആഗ്രഹം നടക്കാതെ നടന്നു മരിച്ചു പോകേണ്ടി വന്നാൽ ആ കാര്യം നടന്ന അച്ഛനോ ഭയങ്കര രസമാണ്. നടന്ന അച്ഛനോ പറഞ്ഞത് ഈ കൊല്ലെത്തണമെന്നില്ല, അടുത്ത കൊല്ലം എത്തണമെന്നില്ല, പിറ്റത്തെ കൊല്ലെത്തിയാൽ മതി. അള്ളാഹു തൗഫീഖ് ഇല്ലെങ്കിൽ ഹജ്ജിപ്പം ഫർളായ ഹജ്ജ് ഞാൻ 2 ചെയ്തിട്ടുണ്ട്. 2 ചെയ്തിട്ടുണ്ട്. ഹജ്ജും ഫർളും കഴിഞ്ഞു, ഒരു സുന്നത്തും കഴിഞ്ഞു. ഇനിയിപ്പോൾ അൽഹംദുലില്ലാ ഇനി ഒരുപാട് ഇൽമും കിട്ടും, നാട്ടിനെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയും. നടന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നാടിനെ, ആ മഹല്ല്, അവിടുത്തെ സംവിധാനങ്ങൾ, അവിടുത്തെ രീതികൾ, ജനങ്ങളുടെ ദീന്. ഈ ശിഹാബ് ചോറ്റൂർ ഒരു റൂമിൽ എത്തിപ്പെട്ടിട്ട് ഞാൻ നേരം വിളിക്കുന്നവരെ കേരളത്തിൽ അവന് കൂട്ടിയിരുന്നിട്ടുണ്ട്. അവിടെ കുറച്ച് മോശപ്പെട്ട ജനങ്ങളാണ് ഉസ്താദെ എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു. ആ റൂമിലായി എത്തിപ്പെട്ടത്. എന്താ, അവർക്ക് നിസ്കാരമൊന്നുമില്ല, ഭയങ്കര കളിൻ്റെ ആളുകളാണ്, എന്താണെന്നറിയില്ല, ഒരു വിഷമം. അത് സാരല്ല, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അവനെ കൂട്ടിയിരുന്നു. ഞാൻ ഇവിടെ കൂട്ടിയിരിക്കണം, എന്നാലും അവൻ അവിടെയാണെങ്കിലും നമുക്കൊരു കൂട്ട് എന്ന നിലയ്ക്ക് രാത്രി മണിക്കൂറുകളോളം ഇരുന്ന് രാത്രി ഉണ്ടായിട്ടുണ്ട്. സത്യമാണ് ഈ പറയുന്നത്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ലേ, അച്ഛനോക്കല്ലേ, അവർക്ക് നിസ്കാരമില്ല. അപ്പം മനുഷ്യൻ്റെ അവസ്ഥകൾ, നിസ്കാരമുള്ള നാടുകളുണ്ട്, നിസ്കാരമില്ലാത്ത നാടുകളുണ്ട്. മനുഷ്യനെ പഠിക്കണം, നടക്കുമ്പോഴേ പഠിക്കുള്ളൂ. ഞങ്ങൾ 6 കിലോമീറ്റർ മൂത്തേടത്ത് നിന്ന് ഇടക്കരയ്ക്ക് നടക്കും. അതാണ് ഞങ്ങളെ കുട്ടിക്കാലം. മനസ്സിലായോ? ആ കുട്ടിക്കാലത്തൊരു ഓർമ്മപ്പല്ല. അന്ന് ഇടക്കര മൂത്തേടത്തിനിടയിൽ വാഹനങ്ങളില്ല, സൈക്കിളേ ഉള്ളൂ. ഒരു വാഹനമില്ല, സൈക്കിളിലൊന്നും തന്നെ ഒരു രാജാവാണ്, അങ്ങനത്തെ കാലം. അപ്പം നടക്കണതിൻ്റെ ഇടയിൽ ഈ 6 കിലോമീറ്ററിനുള്ളിൽ മൊത്തം മനുഷ്യന്മാർ നമ്മളെ ചങ്ങായിമാരാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നടന്നു വരേണ്ടി മൂത്തെടുത്തവർ. കാരണം ഭക്ഷണ സാധനങ്ങൾ സാധാരണ പല വ്യഞ്ജനങ്ങളൊക്കെ വൃത്തിയായാലും നല്ലതും വില കുറച്ചും ഇടയ്ക്കര ചന്തയിലും നല്ല കിട്ടും. അപ്പം നടക്കും. അതിനിടയിൽ ഒറ്റരുമനെ പോറ്റുന്ന ഒരു മാറിയ ചേട്ടത്തിൻ്റെ അവരൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ വരും. അവരൊക്കെ എന്തായാവോ, വന്ന് മരിച്ചിട്ടുണ്ടാകുമോ, അന്ന് തന്നെ വയസ്സെത്തിയാണ് അവർ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്. വലിയ വീടുള്ളവരുണ്ട്, വലിയ കോളനികളുണ്ട്. നമ്മൾ കാണുമ്പോഴൊക്കെ ആ ചന്തക്കോ അല്ലേന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ നാട്ടിലെ ആളുകളായിട്ടൊക്കെ നമുക്ക് വലിയ സ്നേഹം, സൗദി 6 കിലോമീറ്ററിനുള്ളിൽ നമ്മളറിയാത്ത ആളില്ല, നമ്മളറിയാത്ത ആളുമില്ല. അതേ സമയത്ത് ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കാറിൽ കയറുക, ഗ്ലാസ് പൊന്തിക്കുക. കാരണം AC ഇടും. AC ഇട്ടാൽ പിന്നെ എന്തില്ല, ഗ്ലാസ് എത്താൻ പാടില്ല. ഒറ്റ നോട്ട്, ഒറ്റ പോക്ക്. അപ്പോൾ ഇതിന് നമ്മൾ മൊബൈലെടുത്തു. ഏതായാലും പുറത്തുള്ള ആളുകളെ കാണാൻ കഴിയുന്നെങ്കിൽ നമ്മൾ അകത്തുള്ള ആളുകളെ കാണുക. പിന്നെ നമ്മൾ മാന്താണ്. പിന്നെ നമ്മൾ അമേരിക്കക്കാരെയാണ് കാണുന്നത്. നമ്മളാകെ കണ്ടില്ല മൂത്തോർ. ഇപ്പം നമുക്ക് മൂത്തെടുത്തല്ല ഒരു ആടെ അറിയില്ല, അമേരിക്കക്കാരെ പള്ളർച്ചറിയും. അല്ല, സത്യം ചിന്തിക്ക്. നമ്മൾ നടന്ന് പോണതിനനുസരിച്ച് നമുക്ക് നല്ല വിജ്ഞാനങ്ങളുണ്ടാവും, സുരക്ഷിതമാണ്, ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് സൗകര്യങ്ങളെ തേടി പിന്നെ നിങ്ങൾ കപ്പൽ യാത്ര ചെയ്യുകയാണെങ്കിലോ കുഴപ്പമൊന്നുമില്ല. മരിക്കുകയാണെങ്കിലും എവിടെയെങ്കിലും തീരത്തടിയും ബോഡി. മനസ്സിലാണ്ട് പറഞ്ഞത്, എവിടെയെങ്കിലുമൊക്കെ തീരത്ത് കിട്ടും മീൻ തിന്നിട്ടില്ലെങ്കിൽ. അതേ സമയത്ത് വിമാനത്തിൽ പോവുകയാണെങ്കിലോ പൊടി പോലും കിട്ടൂല. സൗകര്യങ്ങൾക്കനുസരിച്ച് നഷ്ടം കൂടും. ആധുനിക കാലം എന്നത് സൗകര്യങ്ങളുടെ കാലമാണ്. ഇന്ന് നഷ്ടം കൂടും. സൗകര്യങ്ങളെ ആശ്രയിക്കാതിരിക്കുന്നതിനനുസരിച്ച് ലാഭം കുറയും, നഷ്ടവും കുറയും. പെട്ടെന്നൊന്നും എത്തൂല, എത്തണ്ട, നഷ്ടമൊന്നുമില്ല. നമ്മളെവിടെയോ എത്തി, കുവൈത്തിലെത്തി, ഇറാഖിലെത്തി. അപ്പോൾ അവിടുന്ന് ആരോ വിളിച്ചു, ഞങ്ങൾ വാപ്പ ഇവിടുന്ന് മരിച്ചിരിക്കണം, ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് വിളിക്കണം, നിങ്ങളെ ലൈന് കിട്ടിയില്ല. എവിടെ? ഞങ്ങൾ ബഗ്ദാദിൽ. അപ്പം ഓൾക്ക് എന്ത് പറയാം? ബഗ്ദാദിലെ കുറേ ആളുകൾ കൂടി ഞങ്ങളെ ബാപ്പാനെ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് മറവ് ചെയ്തു. ഓ അൽഹംദുലില്ലാ. ഏതെങ്കിലും കുട്ടികളോ പോകുകയാണെങ്കിലും എന്ത് ചെയ്യുക?
നിങ്ങളൊരു കൊമ്പ് കുത്തിവെക്കണേ, അതിൻ്റെ ഇടയിൽ പിന്നെ നിങ്ങളൊരു മീസാങ്കല്ലുമ്മേൽ എഴുതി വെക്കണേ, റഹ്മത്തുള്ള കാസിമീൻ എഴുതി വെക്കണേ എന്ന് ഇവിടുന്ന് കുട്ടികൾക്ക് ഫോൺ ചെയ്യാം. അപ്പോൾ ആയിക്കോട്ടെ, മീസാങ്കല്ലൊക്കെ ഞങ്ങളെ നാട്ടിലുണ്ട്, എഴുതി വെക്കാം. ഇവിടുത്തെക്കാളുണ്ട് അവിടെ മീസാങ്കല്ല്. ഇവിടെയൊക്കെ തലക്കുമ്പുറത്ത് മാത്രമേ മീസാങ്കല്ലുള്ളൂ. അവിടെ തലക്കുമ്പുറത്തും കാക്കുമ്പുറത്തും മീസാങ്കല്ലാണ് ഇറാഖിലൊക്കെ. അപ്പോൾ രണ്ട് ഭാഗത്ത്, ഈ ഭാഗത്ത് വരികയാണെങ്കിൽ റഹ്മത്തുള്ള കാസിമീൻ മലയാളത്തിൽ അറബിയിലാണ് എഴുതിക്കാളി. ആയിക്കോട്ടെ, അതിൻ്റെ പൈസ ഞങ്ങളിപ്പോൾ വിട്ടുതരാറിന്, നമുക്ക് വിടാൻ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ കാട്ടിയാ പൈസ കൊടുത്തു ഒരേ ഗൂഗിൾ പേ നമ്പറിൽ കണ്ടടിച്ചു. എത്രയാണ് മയ്യത്തിൻ്റെ വാടക, എത്രയാണ് കുയ്യൻ്റെ പൈസ എത്രയാണ്, പിന്നെ മീസാങ്കല്ലിൻ്റെ പൈസ എത്രയാണ്, മീസാങ്കല്ലിൽ ചിത്രപ്പണിയോടുകൂടി എഴുതണോൻ്റെ പൈസ വരെ ഇവിടെ 5 മിനിറ്റ് കൊണ്ട് വിട്ടുകൊടുക്കുക. ഓരോടുന്ന് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് എല്ലാം കുഴിച്ചിട്ടതിന് ശേഷം നമ്മൾ കാക്കമ്പുറത്തും തലക്കമ്പുറത്തും കല്ലും വെച്ച് കല്ലുമ്മൽ പിന്നെ ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഞങ്ങൾ ആ മീസാങ്കല്ല് നോക്കിക്കറിയാം. പക്ഷേ ഈ ഉറപ്പ് എന്തിനില്ല? കപ്പലിൽ പോകാനുണ്ടായില്ല. പക്ഷെ ഒരാഴ്ച കൊണ്ട് എത്തും, ഒരു 10 ദിവസം അതുകൊണ്ട് ജിദ്ദയിലെത്തും. ഇത് 10 മാസം കൊണ്ട് എത്തൂല. പക്ഷെ എന്തുണ്ട്, മയ്യത്ത് ഇന്നാലെന്നെ ഏരിയയിൽ കല്ലിട്ട് താത്തിയിട്ടുണ്ടെന്നെങ്കിലും വന്ന് പറയും. ഞങ്ങൾ ആ എലംലം ഭാഗത്തേക്ക് അടുക്കുമ്പോഴാണ് നിങ്ങൾ വാപ്പ മരിച്ച്. പഴയ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ 60 ആളുടെ കപ്പലാണെങ്കിൽ 60 വെട്ടല് കയറ്റി വെക്കും. കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഇജ് കേൾക്കാത്ത എനിക്ക് അന്തല്ലാത്ത നാട്ടിൽ ജനിച്ചോണ്ടാണ്. ഞാനെല്ലോ കേട്ടിട്ടുണ്ട്. 60 ആൾ കപ്പലുണ്ടെങ്കിൽ 60 കല്ലും കയറ്റി വെക്കും. അത് കപ്പലിൻ്റെ ബാലൻസ് തെറ്റിറക്കാനല്ല, എന്ത് ഇത് ജീവൻ പോയാൽ എന്നെ അവിടെ കെട്ടിത്താത്താൻ. അപ്പോൾ ഒഴുകി നടക്കൂല, കെട്ടിത്താത്തു. അപ്പോൾ ആ എലംലം ഭാഗത്താണ് നിങ്ങളെ വാപ്പ മരിച്ച്. ഞങ്ങൾ വേഗം മയ്യത്ത് സ്കരിച്ചാണ്ട് കല്ലുകൊണ്ട് കെട്ടിത്താത്തി പോകും. അങ്ങനെ കണക്കാക്കി കല്ലും കൊണ്ടാണ് പോകുക കപ്പലിൽ. വേനൽത്ത് വിമാനത്ത് പിന്നെ കെട്ടിത്താത്തല്ലാത്തതുകൊണ്ട് കല്ലും ഉണ്ടാവില്ല. കാരണം കെട്ടിത്താത്താൻ ആളുമില്ല. ആരാ കെട്ടിത്താത്തൻ? അപ്പം സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നഷ്ടം കൂടും. അപ്പം ബാപ്പ എവിടെയാണെന്ന് പോലും പിന്നെ അറിയില്ല. നടന്നു പോവുകയാണെങ്കിൽ മനസ്സിലായോ, വലിയ കുറച്ച് കാലെടുക്കും, പക്ഷെ നഷ്ടം കുറയും. ദുനിയാവ് എന്നാൽ സൗകര്യങ്ങളാണ്. സൗകര്യങ്ങൾ അധികരിക്കുന്നതിനനുസരിച്ച് നഷ്ടം അധികരിച്ചുകൊണ്ടേയിരിക്കും. ദുനിയാവിൻ്റെ സ്വഭാവം എന്ന് എന്നെ പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലതഅതിയന്നകും ബഅദി ദുനിയ, എനിക്ക് ശേഷം നിങ്ങൾക്ക് ദുനിയാവെത്തും, തഅകുലു ഈമാനക്കും, അത് നിങ്ങളുടെ ഈമാനെ തിന്നു കളയും. കമാ തഅകുലു നാറുൽ ഹതബ, അഗ്നി വിറകിനെ തിന്നും പോലെയാണ് ഈ പണം നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ ഈമാനിനെ തിന്നു കളയുക. അലൈഹിസ്സലാം മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ومر موسى عليه السلام برجل وهو يبكي ورجع وهو يبكي. ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഒരാൾ കരയുന്നുണ്ട്. അങ്ങനെ എന്തോ കാര്യത്തിന് പോയതാ. തിരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞോ മറ്റോ തിരിച്ചു വരുമ്പോഴും ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കരയാണ്. അങ്ങോട്ട് പോകുമ്പോഴും കരയാണ്, ഇങ്ങോട്ട് വരുമ്പോഴും കരയാണ്. ഉസ്സാലി ഇമാം ഹയ്യയിൽ പറയാണ്, എൻ്റെ അഭിപ്രായമല്ല, ഇമാം ഉസ്സാലി തങ്ങൾ ഹയ്യയിൽ പറയാം. ഉസ്സാലി ഇമാമിൻ്റെ വാക്കാണ്. ഉസ്സാലി ഇമാമനാണ് ഈ താരീഖ് എഴുതുന്നത്, ആരോ എഴുതിയതല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഉസ്സാലി റളിയല്ലാഹു അൻഹു ഈ താരീഖ് എഴുതിയിട്ടുള്ളത്. വഅല്ലാഹു ഇലാ മൂസ, അല്ലാഹു മൂസ നബിയിലേക്ക് വഹി അറിയിച്ചു. മറ മൂസ അലൈഹിസ്സലാം, മൂസ നബി നടന്നുപോയി ബിറജുലിൻ, ഒരാൾ അരികിലൂടെ. ഓഹോ യബ്കി, അയാൾ കരയ. ഉറച്ച പിന്നെ മൂസ നബി അലൈഹി സ്വലാം തിരിച്ചു വരുന്നു. ഓഹോ യബ്കി, അപ്പോഴും അയാൾ കരയുന്നുണ്ട്. ഫഖാല മൂസ, അപ്പോൾ അല്ലാഹു തആല എന്നോട് മൂസ നബി ചോദിച്ചു, യാ റബ്ബിൻ്റെ റബ്ബേ, അബ്ദുക യബ്കി മിൻ മഖാഫതിക, അയാൾ എന്നെ പേടിച്ച് കരയാണല്ലോ പഠിച്ചവനെ.
വഅബ്ദുക യബ്കി, നിന്റെ അബ്ദ് കരയാണല്ലോ റബ്ബേ മിൻ മഖാഫത്തിക, നിന്നെ ഭയപ്പെട്ടിട്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ കരയാണ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ കരയാണല്ലോ പഠിച്ചോനെ. ഫഖാലം, അല്ലാഹു തആല പറഞ്ഞു, യബ്ന ഇമ്രാൻ, ഇമ്രാന്റെ മകനായ മൂസ, ലൗ സാല ദിമാഗുഹു മഅ ദുമൂഇ ഐനിഹി വറഫഅ യദൈഹി ഹത്താ യസ്ഖുത ലം അഗ്ഫിർ ലഹു. ലൗ സാല ദിമാഗുഹു, അവൻ്റെ തലച്ചോലിച്ച് ഒലിച്ചിറങ്ങിയാൽ, മഅ ദുമൂഇ ഐനിഹി, അവൻ്റെ രണ്ട് കണ്ണിൻ്റെയും കണ്ണുനീരോടുകൂടെ കരഞ്ഞ് കരഞ്ഞ് എന്തു ഇറങ്ങി, തലച്ചോറും ഒലിച്ചിറങ്ങിയാലും, വറഫഅ യദൈഹി, അവൻ്റെ രണ്ട് കൈയും പൊക്കിക്കൊണ്ടേയിരുന്നു, ഹത്താ യസ്ഖുത, അവസാനം രണ്ട് കൈ വീണുപോയി, തളർന്ന് വീണുപോയി, കൈ പൊക്കാൻ കഴിയാത്ത കോലത്തിൽ. അങ്ങനല്ലേ, അതിൻ്റെ എനർജി മുഴുവൻ കഴിഞ്ഞു. എന്തിൻ്റെ? കൈയിൻ്റെ എനർജി കഴിഞ്ഞിട്ട് കൈയെ പൊക്കാൻ കഴിയാതെ തളർവാദം പിടിച്ച് വീഴുന്നത് വരെ അവൻ കൈ പൊക്കിയാലും ലം അഗ്ഫിർ ലഹു, ഞാനവന് ഓർത്തെടുക്കില്ല. കാന യുഹിബ്ബു ദുനിയ, ദുനിയാവിൻ്റെ അടിമയായിരുന്നു. യാ സുബ്ഹാന ജല്ല വഅല, ദുനിയാവിൻ്റെ ആളായിരുന്നു, ഞാൻ ഓർത്തെടുക്കില്ല. അക്കാലത്തെ രീതികളും അങ്ങനെയാണ്. ഇന്ന് നമുക്ക് പുറത്ത് കിട്ടണമെങ്കിൽ കാരണം മുഹമ്മദ് മുസ്തഫ, കാരണം മാറസല്ലാക്കയില്ല റഹ്മത്തല്ലിൽ ആലമീൻ. നമുക്കൊരു ഉപകാരം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം സൂമയാണ്. ഇതിപ്പോൾ യഹ്യയിലുള്ളതാണ്. അതായത് അവൻ്റെ തലച്ചോല് കണ്ണീരിലൂടെ തലച്ചോല് ഒലിച്ചിറങ്ങുന്ന അവസ്ഥ വന്നാലും, അവൻ്റെ കൈ പൊക്കിയിട്ട് കൈ തളർവാദം പിടിച്ച് വീണുപോയാലും ലം അഗ്ഫിർ ലഹു, ഞാനവന് പുറത്തു കൊടുക്കൂല. കാന യുഹിബ്ബു ദുനിയ, അവൻ ദുനിയാവിനെ പ്രേമിക്കുന്ന ആൾ പുറത്തു കൊടുക്കൂല, പുറത്തു കൊടുക്കൂല. ദുനിയാവിൻ്റെ അടിമ. ഒരർത്ഥം ഇങ്ങനെയായിരിക്കാം. എന്ത്? ഈ കരയുമ്പോഴും ഓൻ എന്തുണ്ട്? ദുനിയാവിനോട് പ്രേമുണ്ട്. ഓർത്തു കൊടുക്കൂല. അതായിരിക്കാം അതിൻ്റെ അർത്ഥം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. اللهم اغفر لي ذنوبي يا رب العالمين. 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 قال علي رضي الله عنه, علي رضي الله عنه പറഞ്ഞു, من جمع فيه 6 خصال, ഒരാളിൽ 6 കാര്യം ഒരുമിച്ച് കൂടിയാൽ ലം യദഅലിൽ ജന്ന, അവൻ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടതില്ല. മത്ലബൻ, കിട്ടാൻ വേണ്ടി. വലാനിൻ നാരി, നരകത്തെ തൊട്ടും അവൻ ദുആ ചെയ്യേണ്ടതില്ല. മഹ്റബൻ, അതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി. ഒരാളിൽ 6 കാര്യം ഒരുമിച്ച് കൂടിയാൽ, അലി റളിയല്ലാഹു അൻഹു പറയാണ്, അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹ, ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണെങ്കിൽ അലി അതിലേക്കുള്ള കവാടമാണെന്ന് പുണ്യ റസൂൽ പറഞ്ഞ മഹാനാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഹദീസ് ഹസനായ ഹദീസാണെന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും നല്ല ഹദീസാണത്. അപ്പോൾ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അത്രയും വലിയ മഹാനാണ് സയ്യിദുനാ അലി. തങ്ങൾ പറയുകയാണ്, എൻ്റെ ഒരാളിൽ 6 കാര്യമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടതുമില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്യേണ്ടതുമില്ല. എന്തുകൊണ്ട്? അവന് സ്വർഗം കിട്ടിയിരിക്കും, അവൻ നരകത്തിലോട്ട് ചാടുകയും ഇല്ല. എന്താണ് 6 കാര്യം? ഒന്ന് മൻ അറഫല്ലാഹ വ അത്വഅഹു, ഒരാൾക്ക് അള്ളാഹുവിനെ മനസ്സിലായി, അള്ളാഹ്ക്ക് വഴിപ്പെടുകയും ചെയ്തു. ഒരു കാര്യം, മൻ അറഫല്ലാഹ്, അള്ളാഹിനെ അറിഞ്ഞ ഇബാദത്തെടുത്തു. വെറുതെ നിസ്കാരമല്ല, എന്ത്? അള്ളാഹിനെ അറിഞ്ഞ ഇബാദത്തെടുത്തു. അപ്പോൾ ഓരോ കണ്ണുനീരും ബേജാറിലല്ലാതെ ഓരോ രംഗമായിട്ട് കിടക്കൂല. അള്ളാഹിൻ്റെ വലുപ്പത്തരത്തെ ഉൾക്കൊണ്ടു, അവൻ്റെ ചെറുപ്പത്തരത്തെയും ഉൾക്കൊണ്ടു. അതാണ് ഇബാദത്ത്. മാരിഫത്ത് അള്ളാഹിനെ തിരിയേണ്ട രൂപത്തിൽ പൂർണ്ണമായി തിരിയാനല്ല, നിനക്ക് അള്ളാഹു എന്ന ചിന്ത വരുന്ന രൂപം കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ അള്ളാഹിനെ മനസ്സിലാക്കാൻ അടിമൊക്കെ കഴിയില്ല. എന്നാലും നമ്മളൊരളവുണ്ടല്ലോ, നമുക്ക് അള്ളാഹിനെ മനസ്സിലാക്കാവുന്ന ഒരളവില്ലേ, ആളെങ്കിലും മനസ്സിലാക്കുക. 6 കാര്യമുള്ളവൻ സ്വർഗത്തിന് ദുആ ചെയ്യേണ്ടതില്ല, 6 കാര്യമുള്ളവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ദുആ ചെയ്യേണ്ടതില്ല.
എന്തുകൊണ്ട്? അവന് സ്വർഗം കിട്ടിയിരിക്കും, അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ഇല്ല. എന്താണ് 6 കാര്യം? ഒന്ന്, മൻ അറഫ അല്ലാഹ്, ഒരാൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞു, ആരിഫാണ്, വ അത്വഅഹു, അള്ളാഹുവിന് വഴിപ്പെടുകയും ചെയ്തു. ഒന്നത്. 2, വ അറഫ ശൈത്താൻ, ഒരാൾ ശൈത്താനെ മനസ്സിലാക്കി, ഫഅസാഹു, ഒരിക്കലും ശൈത്താൻ അനുകൂലമായില്ല, ശൈത്താൻ എതിര് പ്രവർത്തിക്കുകയും ചെയ്തു. അള്ളാഹിനെ മനസ്സിലാക്കി, അള്ളാഹു വഴിപ്പെട്ടു. ശൈത്താനെ മനസ്സിലാക്കി, ശൈത്താനെ ഒഴിവാക്കി. 2, വഅറഫൽ ഹഖ, ഒരാൾക്ക് സത്യത്തെ മനസ്സിലായി, ഫഅത്ബഅഹു, അവൻ സത്യത്തെ പിന്തുടർന്നു. മറക്കരുത്, 6 കാര്യം മനസ്സിൽ കുത്തിവെക്കണം. 6 നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രണ്ണം പറഞ്ഞു? 3. 1, അള്ളാഹുവിനെ അറിഞ്ഞു, അള്ളാഹു വഴിപ്പെട്ടു. ശൈത്താനെ അറിഞ്ഞു, ശൈത്താനെ ഒഴിവാക്കി. ഹക്കിനെ അറിഞ്ഞു, ഹക്കിനെ പിൻപറ്റി. മനസ്സിലായില്ലേ? പിന്നെ വഅറഫൽ ബാത്തില, ബാത്തിൽ, തെറ്റ്, അയാഥാർത്ഥ്യം, അസത്യം, മനസ്സിലായില്ലേ? അതിനെ മനസ്സിലാക്കി, ഫഅതഖഹു, അതിലേക്ക് കയറുന്നതിനെ തൊട്ട് സ്വന്തം തടിയെ സൂക്ഷിച്ചു. ബാത്തിലാണ്, അതിൻ്റെ പിന്നാലെ ഞാൻ പോകൂല, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവൂല. എന്തുകൊണ്ട്? കമ്മ്യൂണിസം ബാത്തിലാണ്. ഞാൻ വഹാബി ആവൂല. എന്തുകൊണ്ട്? വഹാബി സംഭവത്തിലാണ്. ഞാൻ ഷിയാവൂല. എന്തുകൊണ്ട്? ഷിയായി സംഭവത്തിലാണ്. മനസ്സിലായില്ലേ? ഹക്കിനെ മനസ്സിലാക്കി, ഹക്കിനെ പിന്തുടർന്നു. ബാത്തിലിനെ മനസ്സിലാക്കി, ബാത്തിൽ കയറുന്നതിനെ തൊട്ട് തൻ്റെ തടിയെ സൂക്ഷിച്ചു. ഇപ്പം എത്ര എണ്ണം പറഞ്ഞു? 4. വഅറഫ ദുനിയ, ദുനിയാവിനെ മനസ്സിലാക്കി, ഫറഫളഹ, പരമാവധിയെ ഒഴിവാക്കി. വഅറഫൽ ആഖിറത, ആഖിറത്തെ മനസ്സിലാക്കി, ഫതലബഹ, ദുനിയ പരമാവധിയെ തേടുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരാൾക്ക് സ്വർഗത്തിന് വേണ്ടി തൊടേണ്ട ആവശ്യമില്ല. പറയുമ്പോൾ 6 കാര്യമുള്ളൂ. 600 കൊല്ലം പണിയെടുത്താലും അവിടെ എത്തൂല. പറയും 6 കാര്യം പറയും. അള്ളാഹിനെ മനസ്സിലാക്കി, അള്ളാഹു വഴിപ്പെട്ടു. ശൈത്താനെ മനസ്സിലാക്കി, ശൈത്താനെ എതിർ ചെയ്തു, ശൈത്താനെ ഒഴിവാക്കി. പിന്നെ ഹക്കിനെ മനസ്സിലാക്കി, ഹക്കിനെ പിന്തുടർന്നു. ബാത്തിലിനെ മനസ്സിലാക്കി, ബാത്തിലിനെ പരമാവധി സൂക്ഷിച്ചു, ഒഴിവാകുന്നത് പരമാവധി സൂക്ഷിച്ചു. പിന്നെ ദുനിയാവിനെ മനസ്സിലാക്കി, പരമാവധി ദുനിയാവിനെ ഒഴിവാക്കി. പിന്നെ ആഖിറത്തിനെ മനസ്സിലാക്കി, പരമാവധി ആഖിറത്തിൻ്റെ വഴിയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ബസ് 6 കാര്യം. ഞാൻ സ്വർഗം തരേണ്ട ആവശ്യമില്ല. ദുആ സമ്മേളനത്തിന് കൂടാതെ നേരത്തെ പോയി കടന്നുറങ്ങാം. മറ്റവന് ദുആ സമ്മേളനത്തിൽ അമീൻ മീൻ 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 അമീൻ മീൻ 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 എന്നറിയുമ്പോഴും കുളിയാനും അവൻ്റെ പടണ്ടോ. അവൻ്റെ തോളിൽ ആകാശ ഭൈരവൻ കുത്തിരിക്കുന്നുണ്ടാവും. അവൻ്റെ തോളിൽ ആലി ചൈത്താൻ കുത്തിരിക്കുന്നുണ്ടാവും. ചേക്കുട്ടി പാപ്പ ഉണ്ടാവും അവിടെ. ആലി ചൈത്താനും ചേക്കുട്ടി പാപ്പയും ഒക്കെ അവൻ്റെ ഇവിടെ ഇരിക്കണ സമയത്താണ് അവന് മീൻ 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 അമീൻ 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 എന്നറിയും. ബലം പോലത്തെ ഒരുത്തൻ്റെ കയ്യും പിടിച്ച് മുത്തും. അപ്പോൾ ആ കയ്യുമുള്ള ചൈത്താനും കൂടി അവനെ മുഖം കൂടി ഇങ്ങോട്ട് കയറും. അങ്ങനെയുണ്ട്. എല്ലാ കയ്യും കൂടി പിടിച്ചൊന്ന് മുത്താൻ നടക്കണ്ട. മൂക്ക് കൂടി ചെയ്താൻ എളുപ്പം കയറാൻ കഴിയും. അവന് ദുന്യാവിൻ്റെ താലിബാണോ ആഖിറത്തിൻ്റെ താലിബാണോ നോക്കിയിട്ട് മുത്തിയാൽ മതി. നല്ല മനുഷ്യന്മാരെയൊക്കെ ബഹുമാനിച്ചോളി. കയ്യ് മുത്താൻ നടക്കണ്ട. കയ്യെ മുത്തിയാൽ മൂക്ക് കൂടി ചെയ്താനാണ് കാര്യം. പുറത്ത് പറയണ്ട. ഞങ്ങളോട് മാത്രം പറയണ സ്വകാര്യം. ഞാൻ പണ്ടൊക്കെ എല്ലാവരും കയ്യും മുത്തലുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നിർത്തി. ഒന്ന് പഴയ മാതിരി വളയാൻ വയ്യ. ഞാൻ കണ്ടവരെ മുഴുവൻ പിടിച്ച് മുത്തലുണ്ട്. ഇപ്പം ഞാൻ കൈ തന്നെ കൊടുക്കലില്ല. കാരണം ഓല ചെയ്ത്താൻ നമ്മളെ കയ്യെ കുഴിന് കയറണ്ട. ആരെ കണ്ടാലും റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ പലരെയും കാണാറുള്ളത്. ബർക്കത്ത് കുറയും. നൻ ചെയ്ത്താൻ കൂടില്ല. ബർക്കത്ത് നീ വല്ലാതെ വേണ്ട. ഞാൻ പണ്ട് എല്ലാ തങ്ങന്മാരും മൂല്യന്മാരും ഒക്കെ കണ്ട മുത്തലേന്. പിന്നെ ഇപ്പം എന്തായിരുന്നു ഇപ്പോൾ വയസ്സ് 10-60 ആ പഴയ മാതിരിയാണ് ഊരെ വളഞ്ഞ് കിട്ടൂല. അപ്പം ഞാൻ എന്താക്കിയെന്നറിയാം. ഇപ്പം എവിടെ നിന്ന് ഏത് റെയിൽവേ സ്റ്റേഷനിൽ തങ്ങളെ കണ്ടാലും മൂല്യരെ കണ്ടാലും ഒന്നും ഇങ്ങനെ കാട്ടും. കുഴപ്പമില്ല. ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുക, സെല്യൂട്ട് കൊടുക്കുക. എന്തുകൊണ്ട്? പൊടിച്ച്
ശ്രദ്ധിച്ച് മുത്തിയാൽ തങ്ങളാണെങ്കിലും മൂല്യരാണെങ്കിലും എന്തുണ്ടാവും. ദുന്യാവിൻ്റെ അകലുകാരനാണെങ്കിൽ മോൻ്റെ കൈമേ ചെയ്ത്താണ്ടാവും. അത് നമ്മളെ മൂക്ക് കൂടി കയറും. വേണ്ട, ആഹ്റം കിട്ടാൻ വേണ്ടിയിരിക്കും മുത്തുക. പക്ഷെ ദുന്യാവിൻ്റെ ചെയ്ത്താൻ മൂക്ക് കൂടിയാണ് കയറും. അപ്പോൾ ശ്രദ്ധിച്ച് മുത്തിയാൽ മതി എന്നർത്ഥം. ഞാൻ അപ്പം തീരെ മുത്തല്ല, ആരും മുത്തല്ല. അതിൽ നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ നമുക്ക് ആരെ കൈമേല അപ്പം ചെയ്ത്താനെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ തീരെ മുത്താത്തത്. അല്ലല്ല, ഞാൻ ഒരു വല്യാപ്പാൻ്റെ കൈ മുത്തൂലാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരാളെയും മുത്തൂല, ആരും മുത്തൂല. ഞാൻ ആരും മുത്തൂല. എന്തുകൊണ്ടെന്നറിയും, നമുക്ക് മനസ്സിലാവണില്ല ആരെ കയ്യിലാണ് ചെയ്ത്താനെന്ന് മനസ്സിലാവണില്ല. അതുകൊണ്ട് നമുക്കുള്ള ബർക്കത്തൊക്കെ മതി, ബാക്കിയോലൊക്കെയാണ് അംഗീകരിച്ച് പോവുക. അങ്ങനെ ദുന്യാവൊക്കെ അവസാനിക്കാനായി. ഇനി മുത്തലൊക്കെ കുറച്ചാളി. എന്തുകൊണ്ടെന്നറിയാം, ഒന്നുമില്ല. ചിലപ്പോൾ മുത്താൻ നമ്മൾ പോയിട്ട് അവസാനം നമ്മളെ മൂക്ക് കൂടി മൂക്കിൽ കയറിയേണ്ട ഈ കുത്തിരക്കും ചെയ്ത്താൻ. അതുകൊണ്ട് അല്ലാഹു കാക്കട്ടെ. ഇനിയിപ്പോൾ പഴയ കാലത്തെ നടത്തൊന്നും ഇനി നടക്കൂല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി എവിടെയും പോയി ഇഷ്ടം പോലെ കുളണ്ടായിന് ഇറങ്ങി മുങ്ങാൻ. ഇപ്പൊ കുളമില്ല. ഏത് വൃത്തികേടും മുക്കാൻ പറ്റിയ കുളം ഉണ്ടായിരുന്നു. CM പോലത്തെ ഒരു CM മുന്നിൽ പോയിന്ന അതാ മൂമിൻ്റെ കുളം. തിരുപ്പഞ്ച മൂലയിലാണ് മൂമിൻ്റെ കുളം. അവിടെ പോയി എന്നാൽ കുളത്തിലിട്ട് നോക്കും. ഒന്നിങ്ങനെ കണ്ണിട്ട് നോക്കിയാൽ മതി, അതിൻ്റെ കേടൊക്കെ പോകും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവസാനമായി ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയേഷനാണ്. കീമോ ചെയ്തല്ല അല്ലേ? പറയും. ക്യാൻസറിൻ്റെ ഏറ്റവും അവസാനത്തെ ചികിത്സ കീമോ ആണ്. കീമോയിൽ വൃത്തികെട്ട സെല്ലുകളെ, അനാവശ്യമായ സെല്ലുകളെയും ചിലപ്പോൾ ആവശ്യമുള്ളതിനെ തന്നെയും എന്താവും, കരിച്ചു കളയും. ഇതാണ് ഔലിയാക്കന്മാർ പണി. അത് ഫിസിക്കലായ കീമോ ആണെങ്കിൽ സ്പിരിച്വലായ കീമോ ഉണ്ട് ഔലിയാക്കന്മാരെടുത്ത്. അവരെ മുന്നിലാണ് പോയി നീ അവർക്ക് വഴിപ്പെട്ടവനായി അള്ളാഹിൻ്റെ അടിമയാണ് നിൽക്കുന്നത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ് നിനക്ക്, ഒന്ന് നിന്നൊടുത്താൽ അവരെ കണ്ണിലൂടെ വരും ലേസർ രശ്മികൾ. അത് നിൻ്റെ ആത്മീയമായ ലോകത്ത് നിനക്ക് എന്ത് കേടുണ്ടെങ്കിലും അപ്പോൾ അത് കരിച്ചളയും. നന്മ നിൻ്റെ കൽബിലുണ്ടാക്കുകയും ചെയ്യും. അങ്ങനത്തെ ആളുകൾ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല എന്നല്ല, നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ ഇല്ല. അപ്പം നമ്മൾ കണ്ടതിലും മുഴുവനും മുത്താൻ നടക്കണ്ട. ഏയില ചെയ്ത്തങ്ങേരെന്നറിയില്ല. ഒക്കെ ഞാൻ കരുതി കൂട്ടി പറയാൻ വലിപ്പത്തരല്ല പറയുന്നത്. അങ്ങനെയാണ് ലോകം, അങ്ങനെയാണ് ലോകം. നീ വലിയത് പറഞ്ഞിട്ടേ ആളുകൾ വരുള്ളൂ. ഞാനാണ് മഹദി, ഞാനാണ് ഈസ എന്ന് പറഞ്ഞു അതിന് അങ്ങനെ വരും. അതിലൊക്കെ ജനങ്ങൾ വഞ്ചിതരാവും. ഞാനാണ് യേശു എന്ന് പറഞ്ഞ് എത്ര ആളുകളാണ് അമേരിക്കയിൽ വന്ന് ഈ കഴിഞ്ഞ കാലത്തിനുള്ളിൽ. അത് ലോകമാണ് അമേരിക്കയിൽ. ഞാൻ യേശു എന്ന് വാദിക്കുക. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. യേശു എന്ന് വാദിക്കുക രോഗം. മനസ്സിലായില്ല? അതായത് ഒന്ന് ജെറൂസലേമിലോ മറ്റോ അവർ സന്ദർശിക്കും. ചർച്ച് ഓഫ് സെപ്പൾച്ചർ, അതേപോലെ തന്നെ നേറ്റിവിറ്റി, ഇതൊക്കെ കണ്ട് ജെറൂസലേമിൻ്റെ സാഹചര്യം കൊണ്ട് തിരിച്ച് യൂറോപ്യൻ നാടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകൾക്ക് ഈ ഒരു തരം പൈശാചികത അവരെ പിന്നാലെ കൂടും. പിന്നെ അവർ വാദിക്കും ഞാനാണ് യേശു. എത്ര ആളുകൾ അങ്ങനെ വാദിച്ചു ഞാനാണ് യേശു. ഇതേ വാദം നമ്മളെ സമുദായത്തിൽ വരികയാണ്. എന്ത്? ഞാനാണ് മതി. ഇതിങ്ങനെ അധികരിച്ച് വന്നുകൊണ്ടേയിരിക്കുക നമ്മുടെ സമുദായത്തിൽ. ഞാനാണ് മഹദി, ഞാനാണ് ഈസ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ ഇഷ്ടം പോലെ ഇനി ആളുകൾ വരും. അവരൊക്കെ നമ്മൾ മുത്തേണ്ടി വരും. അപ്പം നമ്മൾ ആരും മുത്താക്കുക, കുഴപ്പമില്ല. മതിയാ, ഞാൻ അന്ന് മുത്താത്ത ഞാൻ മുത്തൽ നിർത്തി. ഊരൊക്കെ ചോക്കണം. ഞാൻ മുത്തൽ നിർത്തി. എൻ്റെ ഊരൊക്കെ പണ്ടത്തെ പോലെ ഇത് കിട്ടുന്നില്ല. ഊരങ്ങോട്ട് ലെവലായി കിട്ടുന്നില്ല. എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന്. أرى طالب الدنيا وإن طال عمره ونال من الدنيا سرورا وأنعما كبان بنى بنيانه فأقامه فلما استوى ما قد بناه تهدم. അവസാനിപ്പിക്കണം. ഒരു മിനിറ്റ്.
ദുന്യാവിനെ തേടുന്ന വ്യക്തി അവൻ്റെ ആയുസ് എത്ര അധികരിച്ചാലും ദുനിയാവിൽ നിന്ന് അവൻ കരസ്ഥമാക്കിയാലും സുറൂരൻ സന്തോഷങ്ങളും നിഅമത്തുകളും കരസ്ഥമാക്കിയാലും കബാനിൻ അവനൊരു കെട്ടിട നിർമ്മാതാവിനെ പോലെയാണ്. ഇമാമിന്റെ വേത്ത ونعلى من الدنيا سرورا ونعما كبان بنى بنيانه فأقامه فلما استوى ما قد بناه تهدما أرى طالب الدنيا ദുനിയാവിനെ തേടുന്ന ആളെ ഞാൻ കാണുകയാണ്. ഇമാം പറയാ അവൻ എത്ര ആയുസ് കിട്ടിയാലും അവൻ കരസ്ഥമാക്കിയാലും ദുനിയാവിൽ നിന്ന് സുറൂറൻ ധാരാളം സന്തോഷങ്ങളും നിഅമത്തുകളും എത്ര അവൻ നേടിയാലും കബാനിൻ അവനൊരു കെട്ടിട നിർമ്മാതാവിനെ പോലെയാണ്. ബനാ ബുന്യാനഹു അവൻ മനോഹരമായ ഒരു കെട്ടിടമെടുത്തു, ഉയർത്തി ഫഅഖാമഹു അതിനവൻ അങ്ങനെ ഉയർത്തിയെടുത്തു. ഫലമ്മസ്തവ അങ്ങനെ അത് വളരെ വലിയ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ അമ്പര ചുംബിയായി നിലകൊള്ളുന്ന നേരത്ത് മഖദ് ബനാഹു തഹദ്ദമ അതെല്ലാം ആ നിർമ്മിതിയെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ പൊളിഞ്ഞണിയാട്. ദുനിയാവ് എത്ര അവർക്ക് കൂട്ടിയാലും ഒരു നിമിഷം അത് പൊളിഞ്ഞാടും. പേടിച്ചോ? വളരെ പേടിക്കണം. അതായത് ദുനിയാവിൽ നിന്ന് കുറച്ച് കിട്ടലില്ല സന്തോഷം, കൂടുതൽ കിട്ടുന്ന ഒരിക്കലും സന്തോഷമില്ല. നിനക്ക് പിന്നെ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. എനിക്ക് സ്വപ്നമാണ് വേണ്ടേ, അതുണ്ടാവില്ല. ആഖിറത്തിന്റെ സ്വപ്നത്തിൽ പോകാൻ ദുനിയാവിനെ സമ്മതിക്കില്ല. എന്ത് ചെയ്യാ? ഇപ്പം നിങ്ങൾക്ക് വൈകുന്നേരം ഇന്നിപ്പോൾ ഒരു സ്വപ്നം വന്നു. എന്താ സ്വപ്നം അറിയാം? ഇന്നിപ്പോൾ ഒരു 1000 ഉറുപ്പിക ഇട്ടാണെങ്കിൽ നല്ല ആട്ടുമന്തി തിന്നായിരുന്നു. എനിക്ക് ആട്ടുമന്തി തിന്നണത് ഇഷ്ടമാണ്. പിന്നെ നിനക്ക് വന്നു എനിക്കൊരു 10-200 ഉറുപ്പിക ഇട്ടാണെങ്കിൽ എനിക്കൊരു ഫാലൂദ കുടിക്കേനി. എനിക്ക് ഫാലൂദ എൻ്റെ മേലെ ഈ എന്താ പറയുക കോട്ടിമാതിരിയുള്ളൊരു ചെറീസൊക്കെ വെച്ച് അതിങ്ങനെ നാവുകൊണ്ട് നക്കി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തിന്നത് നല്ല ചോർക്കാണ്. ഒരു 200 ഉറുപ്പിക കൊടുത്താൽ എനിക്ക് 100 150 200 അത്ര അതിൻ്റെ ഉള്ളിലുള്ളൂ ഫാലൂദ കിട്ടുകയാണെങ്കിൽ തിന്നതിന്. അതും എനിക്ക് പൂട്ടി. അപ്പോൾ ആട്ടുമന്തിക്ക് എത്രയാണ്? ഫുൾ ആട്ടുമന്തിക്ക് എത്രയാണ്? ഫുൾ ആട്ടുമന്തിക്ക് ഒരു ഫുൾ ആട്ടുമന്തി എത്രയാണ്? നിങ്ങളൊന്നും ആട്ടുമന്തി തിന്നില്ല എങ്ങന്മാരെ. എത്ര ഒരു ഫുൾ ആട്ടുമന്തിക്ക് ഒരു 10-800 ഉറുപ്പിക കൂട്ടിക്കോളി. നിങ്ങൾ 900 കൂട്ടിക്കോ. 1000 തന്നെ 1000 കൂട്ടിക്കോ. ഫുൾ ആട്ടുമന്തി 1000 ഉറുപ്പിക. പിന്നെ എനിക്ക് വേറെ ഇന്ന് ആഗ്രഹമുണ്ട്. 200 ഉറുപ്പിക ഇട്ടെങ്കിൽ ഫാലൂദ തന്നതിന്. പിന്നെ എനിക്ക് ബ്രോസ്റ്റിന് പുതിയ നല്ല പൊട്ടിക്കോയി കിട്ടിയോണ്ടല്ലേ മറ്റേ ഇവിടെ നല്ല 1-ാം നമ്പർ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. നല്ല KFC ഒരു 500 ഉറുപ്പിക ഉണ്ടെങ്കിൽ KFC പോയി നല്ല കറുമുറ് നടന്ന് KFCന് നല്ലൊരു പൊരിഞ്ഞ ഒരു ബ്രോസ്റ്റ് എന്നതിന് പെരി അതെന്നതിന്. അപ്പോൾ അതും എനിക്ക് പൂതി. അങ്ങനെ ഒരുപാട് സാധനം ഓരോ ദിവസം ഓരോന്നും എനിക്ക് പൂതിയാക്കുകയാണ്. പൂതി അങ്ങനെ എനിക്ക് ഉച്ചപ്പോൾ 1000 ഉറുപ്പിക കിട്ടി. 2 മണിയാകുമ്പോഴത്തേന് 200 കൂടിയും കിട്ടി. 5 മണിയാകുമ്പോഴേക്കിന് 500 ഉറുപ്പിക വേറെയും കിട്ടി. 5000 ഉറുപ്പിക കിട്ടി. നാളെ വേറെയും കിട്ടുന്നുള്ളൂ. ഇന്നേൽ വൈക്കളാറും ഇന്ന് വൈകുന്നേരം കൊടുക്കും. എന്തുകൊണ്ട്? എന്താണ് തിന്നണ്ടെന്ന് തീരുമാനം ഉണ്ടാവില്ല എനിക്ക്. ഇജ് നോമ്പ് തുറന്നാൽ കാരക്കും വെള്ളം കുടിച്ചിട്ട് പിന്നെ അന്തം വിട്ടു തീർക്കും. എന്താ ഇപ്പോൾ കാട്ടേണ്ടത്? ഞാൻ
ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് പോയിട്ട് കുട്ടികളെയും കൊണ്ടുപോയി. ആൺകുട്ടികൾ, എനിക്ക് 3 ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവരെയും കൊണ്ടുപോയി. എടാ, ഞാൻ നിങ്ങൾക്ക് എന്തും വാങ്ങിത്തരാം, നമ്മൾക്ക് ഇന്ന് തെങ്ങ് നനക്കണം, തെങ്ങും തൈയുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് 100 തെങ്ങും തൈ ഇന്ന് നനച്ച് തീർക്കണം. അങ്ങനെ അവരെയും കൊണ്ടുപോയി. 4 മണി അസർ നിസ്കരിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞില്ലേ കറണ്ട് കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് കുറച്ച് വെള്ളം മുക്കി നനക്കണം. അപ്പോൾ മുക്കി നനക്കാം ഞാനും ഒരു 3 ആളും 4 ആൾ മുക്കി നനക്കുക. അവരോട് എന്ത് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം എന്തും ഞാൻ വാങ്ങിത്തരാം. അപ്പോൾ പറഞ്ഞു വാങ്ങിത്തന്നു പറയും. പക്ഷേ അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ പുഴയെ കൊണ്ടേ കുളിപ്പിക്കണം. പുഴയെ കൊണ്ടേ കുളിച്ചിട്ട് പിന്നെ നമുക്ക് മടങ്ങി പോരുമ്പോൾ എന്തെന്നാൽ അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ നേരത്തെ മഴ പെയ്തു ചെറുത്ത് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ആകെ ചെളിയാണ്, ഒന്ന് കഴുകി കുളിച്ചാൽ. അങ്ങനെ പുറത്തെ ടോയ്ലറ്റിന് ബാത്റൂമിൽ തന്നെ കുളിച്ചു. പിന്നെ നോമ്പും തുറന്നു. നോമ്പ് തുറന്നപ്പോൾ തറാവി കഴിഞ്ഞിട്ട് നമുക്ക് പുഴയിൽ പോയി മുങ്ങണമെന്നും ഉള്ളതൊക്കെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോയി വാങ്ങിത്തരാമെന്ന് അവരോട് പറഞ്ഞത്. ഓലിനോടോട് ചോദിച്ചില്ല, ഞാനോട് പറഞ്ഞില്ല, 1 ഉറുപ്പ്യ വാങ്ങിക്കൊടുത്തില്ല. എന്തുകൊണ്ട് നോമ്പ് തുറ എന്ന സംഗതി വന്നപ്പോൾ പിന്നെ ഞാൻ അവിടെ വെള്ളക്ക് സ്ഥലമില്ല, കുളിക്കാനും മനസ്സില്ല. പുഴച്ചാട്ടം പഴിച്ച നേരത്താണ് പുഴച്ചാട്ടം സുഖം, പള്ളം നിറഞ്ഞ സുഖം ഉണ്ടാവില്ല. തന്നെ ദുനിയാവ്. അത് വലിയ അത്ഭുതം. ഇവർ പുഴച്ചാടാൻ സമ്മതിക്കുമെന്ന വ്യവസ്ഥയിലാണ് പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണിൻ്റെ മുന്നിലല്ലാതെ ചാടാൻ പാടില്ല. ഞാൻ പുറത്ത് കുത്തിരിക്കും, പുഴച്ചാടിക്കൂടി തിരിച്ചു വരുമ്പോൾ എന്താ വേണ്ട ഒക്കെ വാങ്ങിത്തരാം. പക്ഷേ 100 തെങ്ങ് തൈ ഇന്ന് നനക്കണം. തെങ്ങ് തൈയൊക്കെ നനച്ചു. പക്ഷേ 10 എനിക്ക് ചിലവായില്ല. എന്തുകൊണ്ട്? പെരിയിൽ ചെന്നപ്പോൾ പുരയിൽ നോമ്പുറക്കം ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചപ്പോൾ ഒരു ചേര അരമുണങ്ങിയ മാതിരി. പിന്നൽക്ക് പുഴയും വേണ്ട, വെള്ളവും വേണ്ട, ബ്രോസ്റ്റും വേണ്ട, പാലൂടിയും വേണ്ട, ഒന്ന് കടന്ന് കിട്ടിയാൽ മതി. അത് ഈ ദുനിയ, ഇതാണ് ദുനിയാവ്. ഇത്രയുള്ളൂ. അതേ സമയത്ത് നോമ്പുറക്കാനും ഒന്നും കിട്ടിയില്ലെങ്കിലോ സ്വപ്നം ബാക്കിയാവും ഓൽക്ക്. അപ്പോൾ ഓൽക്ക് ബ്രോസ്റ്റ് പോലെ മനസ്സിൽ വരും, പാലൂത വരും, ആട്ടുമന്തി വരും, എല്ലാം വരും. ദുന്യാവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം ഉണ്ടാവില്ല. ദുന്യാവ് എപ്പോഴും നല്ലത് കിട്ടാതിരിക്കില്ല. കിട്ടാതെ നിന്നാൽ സ്വപ്നം ബാക്കിയാവും. ഏത് നട്ടപ്പാതർക്ക് ഉറക്കം വന്ന് കിടക്കുന്ന നേരത്തും ഇതാ ഹോട്ടലിൻ്റെ മുന്നിലെത്തിയാൽ അട്ടും നല്ല കുട്ടികൾ എണീക്കും. ഒരു പള്ളം നിറച്ച് നോമ്പറന്ന നേരത്ത് ഹോട്ടലിലെത്തി പറഞ്ഞാൽ നിങ്ങൾ ബീഡിയും ബാപ്പയെന്ന് അറിയാം. മനസ്സിലായില്ല? ദുന്യാവിനൊരു വായത്തുണ്ട്. ഒരു പരിധിക്കപ്പുറം മനുഷ്യന് സ്വപ്നം ഉണ്ടാവില്ല. ഒരു മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? സ്വപ്നം വേണം. ദുന്യാവ് കിട്ടിയാൽ സ്വപ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കിട്ടാതിരിക്കുമ്പോൾ സ്വപ്നം ഉണ്ടാവും, മുന്നോട്ട് പോകാം. അങ്ങനെയാ. കബാനിൻ ബനാ ദുനിയ ദുനിയ ബുനിയാനഹു ഫഅഖാമഹു ഫലമ്മ ഇസ്തവാ മാ ഖദ് ബനാഹു തഹത്തമ. ഞാൻ വിചാരിക്കന്നെ ചെയ്തിരുന്ന ഓൽക്കുന്ന സാധനം വാങ്ങി കൊടുക്കണം. ഓല് പുഴയിൽ ചാടുമ്പോൾ പരിസരത്ത് പോയിരിക്കണം. ഇന്നലെ രാത്രി തറാവിയൊക്കെ നിസ്കരിച്ച് പുഴയെ കൊണ്ടുപോയി കുട്ടികൾ പുഴയിൽ നിന്നൊക്കെ കുളിച്ച് പിന്നെ ഓൽക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സ്വപ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് പണം കിട്ടാതിരിക്കലാണ് ദുനിയാവിൽ. പണം കിട്ടുന്നതിനേക്കാൾ നല്ലത് ഹൈർ. അതാണ് ഹൈർ. നല്ല നിരക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഇല്ലാത്തപ്പോൾ അത് മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ നടക്കില്ല. സത്യമാണ്, പക്ഷെ മനസ്സിലാവില്ല. ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല. അങ്ങനെ ആവറേജ് പോകലാണ് നമുക്ക് ദുനിയാവിൽ നല്ലത്. طالب الدنيا وإن طال عمره ونال من الدنيا سرورا وأنعما كبان بنى بنيانه فأقامه فلما استوى ما قد بناه تهدم ربنا
അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. 4-ാം ഭാഗം പിന്നൊരിക്കൽ ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച. നാളെ നമ്മൾ വെള്ളിയാഴ്ച അള്ളാഹ് പ്രഭാഷണമാണ്. ശനിയാഴ്ച സൂഫിയുടെ പ്രണയകാവ്യം മൂത്തടുത്ത വീട്ടിലാണ് ളുഹറിന് ശേഷം. അതിനുശേഷം അമലുകൾ അദ്കാറുകൾ നോമ്പർക്കൽ മൂത്തടുത്ത വീട്ടിൽ വെച്ച് അത് കഴിഞ്ഞ് പിരിയുക ശനിയാഴ്ച. ഞായറാഴ്ച ഇവിടെ ബഹുമാനപ്പെട്ട നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവചരിത്രം പറയുന്ന ഒരു പ്രഭാഷണമാണ് ഞായറാഴ്ച. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നെല്ലാവരോട് ഓർമ്മപ്പെടുത്തണം. നമ്മുടെ കാഴ്ചപ്പാട് നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം. കാഴ്ചപ്പാട് പൈസയൊക്കെ കിട്ടിക്കോട്ടെ, പക്ഷെ കാഴ്ചപ്പാട് ലെവലാക്കണം. കാഴ്ചപ്പാടില്ലാതെ ഇതിലേക്കൊന്നും ചാടരുത്. കാഴ്ചപ്പാട് നന്നാക്കണം. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ സ്ട്രോക്ക് വന്ന അബുദാബിയിൽ വെന്റിലേറ്ററിലാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ കാര്യമായി മാറ്റമില്ല. നാട്ടിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നില്ല. പ്രാർത്ഥന മാത്രമാണ് പ്രതീക്ഷ. ദുആ ചെയ്യാൻ മിസ്രി അക്കാദമിയിലേക്കും 1000 രൂപ, ദാറുൽ ഖുർആനിലേക്കും 1000 രൂപ. അല്ലാ 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 അല്ലാ. ആ പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ. ആ പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ. ആ പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ആ പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ആ പ്രയാസം നീക്കി അദ്ദേഹത്തിന് എളുപ്പത്തിൽ ആഫിയത്തിനെ തിരിച്ചു കൊടുക്കണമേ റബ്ബേ. ആഫിയത്തിനെ തിരിച്ചു കൊടുക്കണമേ റബ്ബേ. ആഫിയത്തിനെ തിരിച്ചു കൊടുക്കണമേ റബ്ബേ. ആഫിയത്തിനെ തിരിച്ചു കൊടുക്കണമേ റബ്ബേ. സന്തോഷം കൊടുക്കണമേ റബ്ബേ. റാഹത്തിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. കുറ്റിക്കടവ് ഹമീദാജി കുടുംബം ദുആ ചെയ്യാൻ 101 രൂപ. അല്ലാഹുവേ ഹമീദാജി നല്ല മനുഷ്യനെന്നും അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. മർഹമത്ത് നൽകണമേ റബ്ബേ. ഫിർദൗസുൽ അഅ്ലയുടെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. അങ്ങനെ കുറ്റിക്കടവിൽ വേറെയും നമ്മളോട് ബന്ധപ്പെട്ട കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഹാരിസിൻ്റെ ഉപ്പടക്കം അവർക്കൊക്കെ അല്ലാഹുവേ മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. മർഹമത്ത് ചെയ്യണമേ റബ്ബേ. നിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل. നാളെ രാവിലെ 7 മണി കൃത്യം അള്ളാഹ് പ്രഭാഷണം ആരംഭിക്കും. എല്ലാവരും അവരവരുടെ പള്ളിയിലേക്ക് ജുമാഅക്ക് പോകാനുള്ളതാണ്. രാവിലെ 7 മണി കൃത്യം അവരവരുടെ അള്ളാഹ് പ്രഭാഷണം ആരംഭിക്കും. നേരത്തെ തന്നെ എല്ലാവരും എത്തിച്ചേരണം. 7 മണി കൃത്യം നാളെ അള്ളാഹ് പ്രഭാഷണം ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم على جميع. എല്ലാവരും സാധാരണ വരുന്ന ആളുകൾ നേരത്തെ വരണേ. മറ്റേ ഞാൻ 7 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തും. ആളുണ്ടാവില്ല. അങ്ങനെ നേരം വൈകണം. നേരത്തെ തുടങ്ങണം. കാരണം പലർക്കും പള്ളിയിലേക്ക് നേരത്തെ പോകേണ്ട ആളുകളാണ്. അപ്പം നേരത്തെ തുടങ്ങും. 7 മണി കൃത്യം ക്ലാസ് തുടങ്ങും. ആര് വന്നാലും വന്നിട്ടില്ലെങ്കിൽ 7 മണിക്ക് ക്ലാസ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പരമാവധി നേരത്തെ എത്തണമെന്ന് അറിയിക്കും. അസ്സലാമു അലൈക്കും.